എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു ഈന്തപ്പന തോട്ടത്തിൽ ഏകാന്തനായിരിക്കുമ്പോൾ ആ പ്രവാചകൻ ഇരിക്കുന്ന തോട്ടത്തിന്റെ കാവൽക്കാരനായി അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി ഇങ്ങനെ നബി തങ്ങളുടെ കാവൽക്കാരനായി വാതിലിന്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാ. തോട്ടത്തിന്റെ അകത്തേക്ക് ആരെയും കയറ്റിവിടാതെ. കാരണം ആരെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ നബി തങ്ങൾക്ക് പ്രയാസമാകുമല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാന്തമായിരിക്കുന്ന ആ തോട്ടത്തിനകത്തേക്ക് ആരെയും കയറ്റിവിടാതെ കാവൽക്കാരനായി അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വാതിലിൽ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ പുറത്തുനിന്ന് ഇങ്ങനെ അനുവാദം ചോദിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഈന്തപ്പന തോട്ടത്തിന്റെ വാതിലുണ്ടല്ലോ, ആ വാതിലിന്റെ ഭാഗത്ത് നിന്ന് പടച്ചവനെ ഒരു മനുഷ്യൻ ആരാണെന്നറിയില്ല. ഒരാൾ ആ വാതിലിന്റെ ഭാഗത്ത് നിന്ന് കടക്കാൻ, അവിടെ നിന്ന് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ അവിടെ നിന്ന് നബി തങ്ങളോട് അനുവാദം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ആരാണോ ആ വാതിലിൽ മുട്ടുന്നത്, ആരാണോ ആ വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ പറയണം വബശിറുഹു ബിൽ ജന്ന. ആ വാതിൽ തുറന്നിട്ടാ നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, ഞാനും നിങ്ങളും ജീവിക്കുന്നത് തന്നെ സ്വർഗത്തിൽ പോകാനാണ്. നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു അഭിലാഷമാണ്. പടച്ചവനെ, ആ കൊതിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയാണ്. ആ പുറത്തു വന്ന് നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ എന്ന സന്തോഷ വാർത്ത പറയണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ, സ്വഹാബി അത്ഭുതപ്പെടുകയാണ്. ആരാണ് പടച്ചവന്? ആ പുറത്തു വന്ന് നിൽക്കുന്ന മനുഷ്യനാരാണ്? നബി തങ്ങൾ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുകയാണല്ലോ. അതാരാണ് പടച്ചവന്? അതാ സ്വഹാബി എളുപ്പത്തിൽ ഓടുകയാണ്. ഓടിച്ചെന്ന് പടച്ചവനെ അടച്ചിട്ടിരിക്കുന്ന വാതിലങ്ങ് തുറക്കുമ്പോ ആരാണ് പുറത്തു നിൽക്കുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ അബൂബക്കർ തങ്ങളാണ് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ നിന്ന് പടച്ചവര് അതാ സ്വഹാബി പറയുന്ന അബൂബക്കർ തങ്ങള്, നിങ്ങൾക്ക് നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. അബൂബക്കർ തങ്ങളോട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയുകയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നോ. അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. നബി തങ്ങളുടെ ചാരത്തിരിക്കുകയാണ്. പടച്ചവനെ, അതാ കുറച്ചു കഴിഞ്ഞ സ്വഹാബി ഇറങ്ങി പോവുകയാ. അതാ കുറഞ്ഞു കഴിഞ്ഞപ്പോ രണ്ടാമതും പടച്ചവനെ വാതിലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുകയാണ്. അനുവാദം ചോദിക്കുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വബശിറുഹു ബിൽ ജന്ന. നബി തങ്ങൾ പറയുന്ന വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യരോട് നിങ്ങൾ സ്വർഗം കണ്ട സന്തോഷ വാർത്ത പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ആരാണോ വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആ മനുഷ്യനോട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയാ നബി തങ്ങൾ പറയുകയാ. സ്വഹാബി രണ്ടാമതും ഓടിച്ചെല്ലുകയാ. വാതില് തുറന്നു നോക്കുമ്പോ ആരാണ് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു.
പടച്ചവനെ സ്വഹാബി അവിടുന്ന് സന്തോഷ വാർത്ത പറയുകയാ. അവിടുന്ന് സ്വർഗത്തിലാണെന്നുള്ള സന്തോഷ വാർത്ത പറയുകയാ. പടച്ചവനെ ഉമർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നു. പടച്ചവനെ അവിടുന്ന് നബി തങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു. അല്ലാഹുവേ, ഉമർ തങ്ങൾ അവിടുന്ന് അനുവാദം ചോദിച്ച് ഇറങ്ങിപ്പോയി. പടച്ചവനെ മൂന്നാമതും വാതിലിൽ സലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ആ തോട്ടത്തിന്റെ കവാടത്തിൽ അവിടുന്ന് സലാം കേൾക്കുമ്പോ, അനുവാദം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞ മൂന്നാമത് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഇഫ്തഹ് അലാ. നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇഫ്തഹ് അലാ ബല്ലാ തഖൂലൂ. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആദ്യം രണ്ടുപേര് കടന്നു വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, വാതില് തുറന്നിട്ട് അവരോട് പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന്, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയണമെന്ന് നബി തങ്ങൾ പറയുമ്പോ, മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്. ആ മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. ആ മനുഷ്യനോട് നിങ്ങൾ സന്തോഷ വാർത്ത പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. എന്നിട്ട് പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറയണേ. പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടെ പറയണം. ആദ്യം വന്നവരോട് ചെന്ന് പറയാൻ പറഞ്ഞത് സ്വർഗത്തിലാണെന്നാ. ഈ മൂന്നാമത് വന്ന മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എടുത്തു പറയണം, ഇത്തിരി പ്രയാസം അനുഭവിക്കേണ്ടി വരും, ഇത്തിരി കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും, എന്നാലും നിങ്ങൾ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ സ്വഹാബി ചെന്നിട്ട് വാതിൽ തുറക്കുകയാണ്. ആരാണ് പടച്ചവര്? ഈ ഭാഗ്യവാൻ ആരാണ്? ചെന്ന് വാതിൽ തുറക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വഹാബി അവിടെന്ന് പറയുന്നു നിങ്ങൾ സ്വർഗത്തിലാണ്, പക്ഷേ ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അതാ പടച്ചവനെ നബി തങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ ഇറങ്ങി പോവുകയാണ്. എന്തുകൊണ്ടാണ്? ആദ്യം വന്ന രണ്ടുപേരോട് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണെന്ന്, എന്നാ മൂന്നാമത് വന്ന ഒരാളോട് പറയുന്നു നിങ്ങൾ സ്വർഗത്തിലാണ്, പക്ഷേ ഇത്തിരി പ്രയാസമാണ്, ഇത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആരാ ഉസ്മാൻ തങ്ങളെന്നറിയുമോ? ചെറുപ്പക്കാരാ, മൂന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ, എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ടോ. ഉസ്മാൻ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചാൽ കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ലടോ. വല്ലാത്ത സങ്കടം തോന്നുന്ന ഒരു ചരിത്രമാണ്. ഏത് മനുഷ്യന്റെയും കണ്ണ് നിറയുമടോ. നമ്മളെല്ലാവരും പടച്ചവനെ മസ്ജിദ് നബവിയിലേക്ക് കടന്നു ചെല്ലുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന ആ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമല്ലോ. അവിടുന്ന് പടച്ചവനെ ജന്നത്തിൽ ബഖി എന്ന് പറയുന്ന ഖബർസാനിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര്, അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നാര മകള് മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെ ഒരുപാട് പേര് കിടക്കുന്ന ജന്നത്തിൽ ബഖി എന്ന് പറയുന്ന ഖബർസാനിൽ പോകാറുണ്ടല്ലോ. പലരും ദുആ ചെയ്യാറുണ്ട്, പടച്ചവര് നെല്ലിക്കുന്ന പള്ളിയിൽ 6 അടി മണ്ണ് തരണേ നല്ല ദുആ ചെയ്യുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഉസ്താദേ ആ ജന്നത്തിൽ ബഖിയിൽ ഒരു 6 അടി മണ്ണ് കിട്ടാൻ
പടച്ചവനെ അവിടെ കിടന്നൊന്ന് മരിക്കാൻ, അവിടെ ഒരാറടി മണ്ണ് തരണേ എന്ന് ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ, പറയുന്നവരുണ്ടോ? അവിടെ പോയി കിടന്നു മരിക്കാൻ കൊതിക്കുന്നവരുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ ഒരാറടി മണ്ണ് കിട്ടാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുമല്ലോ, ഫാത്തിമ ബീവിയുടെ ചാരത്ത് കിടക്കാമല്ലോ, നബി തങ്ങളുടെ ഭാര്യമാരും സ്വഹാബത്ത് കിടക്കുന്ന ആ ജന്നത്തിൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലൊന്ന് കിടക്കാൻ കഴിയുമല്ലോ. ഖിയാമത്ത് നാളാകുമ്പോ അവിടെ നിന്നല്ലേ ഒന്നാമതായിട്ട് മുത്തുനബി അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവിടെ പോയി കിടക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? നമുക്കറിയാഞ്ഞിട്ടാ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നബി തങ്ങൾ പറയുകയാ, മനിസ്തതാ യമൂതു ഫിൽ മദീന. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ നാടിനെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ മദീനയെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ മദീനയിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട മദീന, ആ മദീനയെ സ്നേഹിച്ചുകൊണ്ട്, ആ മദീനയെ ബഹുമാനിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് മദീനത്ത് ചെന്ന് മരണപ്പെട്ട അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? വജബതു ലഹു ശഫാഅതി. അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. മദീനയെ സ്നേഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനയിൽ പോയി മരണപ്പെട്ടാൽ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിരുതുന്ന ദിവസമുണ്ടല്ലോ, അതാ ഖബറിനകത്ത് നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പടച്ചവനെ എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ആ ജന്നത്തിൽ ബഖയിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണാമായിരുന്നു, നടന്ന് ഖബറിന്റെ ആ ഖബർസാനിന്റെ മധ്യഭാഗത്ത് ചെല്ലുമ്പോ ഒരടയാളം വെച്ച ഒരു ഖബർ കാണാം. ചിലപ്പോഴൊക്കെ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നത് കാണാം. ആ മനുഷ്യനോട് ഈ ഖബർ ആരുടേതാണ്, ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബർ ആരുടേതാണ് അവിടെ നിന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ പറയും, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസാനിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മഹാനായ ഉസ്മാൻ തങ്ങള് ഒരുപാട് പഠിക്കണം സഹോദരാ. ആ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിക്കണമടോ. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്, മുറുകെ പിടിക്കാൻ ഒരുപാട് നന്മകളുണ്ട്. അല്ലാഹുവേ, ആ ഉസ്മാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തോട്ടത്തിന്റെ അകത്ത് ഇരിക്കുമ്പോ വാതിലിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, വാതിൽ തുറന്നിട്ട് ആ മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞേക്കണം. ആ വന്ന് നിൽക്കുന്ന ആൾ ആരാന്നൊന്നും പറഞ്ഞില്ല, അദ്ദേഹത്തോട് പറയണം സ്വർഗത്തിലാണെന്ന്. സഹാബി ആരാ അല്ലാഹ്, ആരാ പടച്ചവൻ, എത്രയും വലിയ ഭാഗ്യവാൻ, നബിതങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഭാഗ്യവാൻ ആരാ? ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ അടുത്തുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരാൾ വന്നു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തോട് പോയി പറയണം സ്വർഗത്തിലാണെന്ന്. ആ സ്വഹാബി രണ്ടാമത് ഓടിച്ചെന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഉമർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണ്. നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. പക്ഷെ മൂന്നാമത് ശബ്ദം കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന ആളോട് പറയണം സ്വർഗത്തിന്റെ അവകാശിയ, പക്ഷേ ഇത്തിരി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകമായി ആദ്യമെന്ന് രണ്ടുപേരോടും പറയാത്ത ഒരു വാക്ക് ആ ആളോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയ, പക്ഷേ
ഇത്തിരി പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാതിൽ തുറന്നു നോക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ തങ്ങളായിരുന്നു അത്. എന്തുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ആ സ്വഹാബിയോട് മാത്രം പ്രത്യേകമായിട്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക്. 83 വയസ്സ് വരെ ജീവിച്ച സഹാബിയാണ് സയ്യിദുനാ ഉസ്മാൻ. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബികളുടെ ചരിത്രം വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും ചെറുപ്പക്കാരാ, സങ്കടം വന്നു പോകും മോനെ. ആ സ്വഹാബികളുടെ ചരിത്രം വായിച്ചാൽ അറിയാതെ കരഞ്ഞു പോകും. അതാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക്. അവിടുത്തെ പ്രത്യേകത എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 2026 ജീവിക്കുന്ന ഉറൂസിന്റെ അവസാന ദിവസം പടച്ചവനെ 11 മണി കഴിഞ്ഞ് 11:30 ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന 1ാമത്തെ കാര്യം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇന്നത്തെ യുവതലമുറ പഠിക്കട്, ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കട്. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളെല്ലാവരും പഠിക്കേണ്ട 1ാമത്തെ പാഠം എന്തെന്നറിയോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 1ാമത്തെ ക്വാളിറ്റി എന്താ? അവിടുത്തെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കടോ. 1ാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങൾക്കൊരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു. എന്താണ് ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം എന്നറിയോ? വല്ലാത്ത ലജ്ജയായിരുന്നു ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പടച്ചവനെ വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വല്ലാത്ത ലജ്ജയായിരുന്നു. ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നി. ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആദ്യം അബൂബക്കർ തങ്ങളാണ് മുസ്ലിമായത്, പിന്നെ അലിയാർ തങ്ങള്, മഹാനായ ഹദാ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, നാലാമനായി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമനായി ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വന്ന സ്വഹാബി ഉമർ തങ്ങൾ 40ാമനായിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തത്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവത്വമേ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ ഉറൂസ് മുബാറക്കിനെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നാലാമതായി മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്തുനബിയുടെ മുമ്പിൽ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ മുസ്ലിമായടോ, ഉസ്മാൻ തങ്ങൾ മുസ്ലിമായടോ. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ മുസ്ലിമായി 83 കൊല്ലം ജീവിച്ചടോ. 83 വയസ്സിലാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച വലത് കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത ആ വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈ കൊണ്ട് മരിക്കുന്നത് വരെ
ഉസ്മാൻ തങ്ങൾ സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ തൊട്ട വലത് കൈയുണ്ടല്ലോ, നബി തങ്ങളുടെ കയ്യിൽ മുസാഫഹത്ത് ചെയ്ത വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈ കൊണ്ട് 83 വയസ്സ് വരെ ജീവിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വേറെ ആരുടെയുമല്ല, സ്വന്തം ഔറത്തിൽ പോലും ആ വലത് കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കാരണം മുത്തുനബി തൊട്ട കൈയാണല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പിടിച്ച കൈയാണല്ലോ. ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊടാനും ആ സഹാബിക്ക് പേടിയായിരുന്നടോ. വല്ലാത്ത ലജ്ജയായിരുന്നു, വല്ലാത്ത നാണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ മറ്റൊരു ഹദീസ് എടുത്ത് വായിച്ചു നോക്കടോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ ചാരത്ത് നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവേ, അപ്പോഴാണ് വീടിന്റെ വാതിൽ ഒരു സലാം കേൾക്കുകയാ. നബി തങ്ങൾ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ കടന്നടോ. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് നബി തങ്ങൾ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ കടന്നു. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിയുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. നബി തങ്ങൾ അങ്ങനെ തന്നെ കടന്നടോ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ കടന്നു. പടച്ചവനെ, അതാ ഉമർ തങ്ങൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉമർ തങ്ങൾ ഇറങ്ങിപ്പോയി. അതാ മൂന്നാമത് സലാം കേൾക്കുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളുടെ ശബ്ദം കേട്ടപ്പോ റസൂലുള്ളാഹിയുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. ആയിഷ ബീവിയുടെ മുമ്പില് മടിയിലെ തലവെച്ച് കിടന്ന നബി തങ്ങൾ എഴുന്നേൽക്കുകയാ. എഴുന്നേൽക്കുക മാത്രമല്ല, കമീസ് അല്പം പൊങ്ങിയിരുന്നടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധരിച്ചിരുന്ന ആ വസ്ത്രമൊന്ന് അല്പം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നിരുന്നു. ഔറത്തല്ല, ഒരല്പം ഭാഗം മുകളിലേക്ക് ഉയർന്നിരുന്നു. നബി തങ്ങൾ അത് പിടിച്ച് നേരെയിട്ടു. അല്ലാഹുവിന്റെ റസൂൽ വസ്ത്രം നേരെയിട്ടു. ആയിഷ ബീവിയുടെ മടിയിൽ നിന്ന് നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു. അതാ ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് കിടന്നു വന്നു. അവിടെ നിന്ന് പടച്ചവനെ പരസ്പരം സംസാരിച്ചു. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് സലാം പറഞ്ഞിറങ്ങിപ്പോയപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ നബിയേ, വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ, നിങ്ങൾ അതുപോലെ തന്നെ കിടന്നല്ലോ, ഉമർ തങ്ങൾ വന്നപ്പോഴും അതുപോലെ കിടന്നല്ലോ, ആ വസ്ത്രം നേരെയിട്ടില്ലല്ലോ, പക്ഷേ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ എന്തേ നബിയേ എഴുന്നേറ്റത്, എന്തേ നബിയേ വസ്ത്രം നേരെയിട്ടത്, എന്താണ് അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ, എന്റെ ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാ ആയിഷ, എന്റെ ഉസ്മാനിന് അത് ഇഷ്ടപ്പെടില്ല ആയിഷ, എന്റെ ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാണ്, മലക്കുകൾ പോലും ഉസ്മാനിന്റെ ലജ്ജ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടിയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? വല്ലാത്ത
വല്ലാത്ത ലജ്ജയായിരുന്നു, വല്ലാത്ത ലജ്ജയായിരുന്നു. എന്നാ 2026 ജീവിക്കുന്ന മുസ്ലിമേ, നഷ്ടപ്പെട്ടു പോയ ഒരു അമൂല്യമായ ദിദിയാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സഹാബി, നബിതങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് 83 വയസ്സുവരെ ജീവിച്ച ഉസ്മാൻ തങ്ങൾ ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നി, അവര് പോലും ലജ്ജിച്ച് തല താഴ്ത്തി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. 3 കൊല്ലം മുമ്പായിരുന്നു ഇവിടുത്തെ ഉറൂസ് അല്ലേ മഹ്മൂദ് കാലക. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് 3 വർഷം മുമ്പായിരുന്നു, എന്തായാലും 2 വർഷം 3 വർഷമൊക്കെ ആകാറായി. അന്നുണ്ടായിരുന്ന ചില ഗുണങ്ങൾ ഇന്ന് നിങ്ങളിൽ കാണുന്നില്ല. കാസർഗോഡ് മാത്രം വഴുതു പറയാൻ വരുമ്പോ കാണുന്ന ഒരു വലിയ, കാസർഗോഡ് മംഗലാപുരം ഈ 2 സ്ഥലങ്ങളിൽ വഴുതിന് പോകുമ്പോ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തി ഇങ്ങനെ ആമീൻ എന്ന് പറഞ്ഞിട്ട് മുഖം തടകുന്ന ഒരു നല്ല ഗുണം നിങ്ങളുടെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോൾ 2 കൈയും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആമീൻ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ മുഖം തടകുന്നത്. ഇപ്പൊ കൈയും പിടിക്കണ്ട, മുഖവും തടവണ്ട, ആമീൻ എന്നെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും വേണ്ടടോ ഉസ്താദേ, എന്റെ പൊന്ന് സിറാജ്, വയലിന്റെ മജ്‌ലിസിൽ ആമീൻ പറയാത്തതിനെ നീ കുറ്റം പറയുന്നു, പള്ളിക്കകത്തിരുന്ന് പറയുന്നില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് അവറുകൾ, ഖതീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ ആ ഫർള് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താ സ്വീകരിക്കുന്ന, ഫർള് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന കാരണം എന്തേ? ആ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് പറയാനുള്ള കാരണം, ഒരാൾ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുമ്പോൾ ആ നിസ്കാര പായിൽ നിന്ന് എഴുന്നേക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരു മലക്ക് ഇങ്ങനെ നിൽക്കുന്ന. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? മുഖം കണ്ടിട്ട് അങ്ങനെ അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എനിക്ക് ഒന്നാമതേ വയ്യ, എത്ര നേരം നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഒന്നാമതേ നടുവിന് വേദന, പ്രയാസം, വെള്ളം കുടിക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ചെറിയൊരു ബുദ്ധിമുട്ട്, നല്ല അടുത്ത വേദന കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്ര നേരം പോകുമെന്നറിയില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി പോകും. നിങ്ങൾ എൻ്റെ കൂടെ കൂടിയാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ മഖാമിലൊക്കെ വന്ന് പ്രത്യേകം ദുആ ചെയ്ത ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെ, എനിക്ക് വേണ്ടി ദുആ ചെയ്ത എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ ഇവിടാണെന്ന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് ഉസ്താദെ മറക്കാതെ നിന്ന് ദുആ ചെയ്യണേ എന്ന് എന്നോട് തന്നെ പറഞ്ഞേൽപ്പിച്ചവരുണ്ടെന്നറിയും. ഇപ്പോഴും ലൈവ് കാണുന്നവരുണ്ട്, ഈ വയല് കേൾക്കുന്നവരുണ്ട്, മുസ്ലിമീങ്ങളുമുണ്ട് അമുസ്ലിമീങ്ങളുമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച MLA പറഞ്ഞു, ഇവിടെ വരുന്ന എല്ലാവരും മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പോകുമ്പോൾ അമുസ്ലിമീങ്ങളായ സഹോദരിമാർ ഈ മഖാമി വന്നിട്ട് തിരിച്ചു പോകുന്നത് കണ്ടു. അതാണ് ഇത്രയും. അൽഹംദുലില്ലാഹ്, അവരൊക്കെ കൊടുക്കുന്ന ആ ഒരു സ്ഥാനവും ബഹുമാനം അവർക്കറിയാം. ഈ കിടക്കുന്ന ഉപ്പാട വലുപ്പം എന്താണെന്ന് നമുക്കറിയാത്ത പലരും ഇവിടെ വന്നിട്ട് ഇറങ്ങി പോകുന്നത് കണ്ടു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഒരുപാട് പേര് ചൂട് മാറിക്കോട്ടെ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം, ഒരു ഇസ്ലാമിൽ മുസ്ലിമീങ്ങളല്ല, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. ചിക്കൻ ബോസ് പിടിച്ചിട്ട് വല്ലാതെ പ്രയാസത്തിൽ ആ കുടുംബം കഴിയുന്നുണ്ട്. അല്ലാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആ ഡോക്ടർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ പോലും ആമീൻ പറയുന്നുണ്ടോ? ആമീൻ പറയുന്നുണ്ട്. നമുക്ക് മടിയാടോ? ആ സമയത്ത് പോലും നമ്മൾ ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സ്വഭാവം, നമുക്ക് മനസ്സ് വരുന്നില്ല. ഇവിടെ ഒരാള് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ മലക്കുകൾ അവിടെ നിൽക്കും. ആ നിസ്കരിച്ച് എഴുന്നേക്കുന്നവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് ആ മലക്കുകൾ പറയും, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട്
ഇന്ന് ഇശാ നിസ്കരിച്ച് നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരോട് മലക്കുകൾ മുസാഫകത്ത് ചെയ്തിട്ട് പറയാ, അള്ളാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തന്നിരിക്കുന്നു, നീ സ്വർഗത്തിലാട്ടാ, നിന്റെ പാപം പുറത്തു, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് വന്നു, വോട്ട് ലിസ്റ്റിലല്ല സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് വന്നു, അൽഹംദുലില്ലാഹ് നീ സന്തോഷത്തോടെ പൊക്കോ എന്ന് മുസാഫകത്ത് ചെയ്ത മലക്കുകൾ പറഞ്ഞുവിടും. അതാണ് നിസ്കാരം, അതാണ് നിസ്കാരം. നബിതങ്ങൾ ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നിസ്കരിക്കുന്നവൻ, സുജൂദിൽ കിടക്കുന്നവൻ, അവന്റെ പാപങ്ങൾ തലയുടെ പെരടിയുടെ മുകളിൽ വന്നിരിക്കും. നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും പെരടിയുടെ മുകളിൽ വന്നിരിക്കും. സുജൂദിൽ കിടക്കുന്ന സമയം ആ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പോലും പടച്ചവനെ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാ മടിക്കുന്നവരാ. എന്നാ സഹോദരാ, ഉസ്മാൻ തങ്ങളുടെ ഏറ്റവും വലിയ ഗുണം അവിടുന്ന് വല്ലാത്ത ലജ്ജയായിരുന്നു. എന്നാ മുസ്ലിം സമുദായത്തിന് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ അമൂല്യമായ നിധിയേതാ? ലജ്ജ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നടോ, ലജ്ജ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിന് ലജ്ജ എന്താണെന്ന് പോലും അറിയാത്ത കാലമാ. അവർക്ക് നാണമില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജയുള്ളവനെ ഒറ്റപ്പെടുത്തുന്ന കാലമാണ്, ലജ്ജ ഉള്ളവനെ ഒറ്റപ്പെടുത്തുന്ന കാലമാണ്. ഉമ്മ പറയുകയാണ്, വാപ്പ പറയുകയാണ്, ഇവന് വല്ലാത്ത നാണമാണ്, ഇവൾക്ക് വല്ലാത്ത നാണമാണ് ആണുങ്ങളോട് സംസാരിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ പടച്ചവനെ ഔറത്ത് തുറന്നു വിട്ടുകൊണ്ടിരിക്കാൻ, ചിലരുടെ മുഖത്തൊന്ന് നോക്കാൻ ചില പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വല്ലാത്ത നാണമാടോ. അതുകൊണ്ട് അവർക്ക് മടിയാണ്, എല്ലാവരുടെ ഇടയിലേക്ക് കയറാൻ അവർക്ക് പേടിയാണ്. അങ്ങനെ ഉള്ളവരെ കാണുമ്പോ സ്വന്തം ഉമ്മ പറയുകയാ, അവൾക്ക് വല്ലാത്ത നാണവാ, അവന് വല്ലാത്ത ലജ്ജയാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ഒരു വാപ്പ തന്റെ മകനുമായി കടന്നു വന്നു. മുത്തി നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവൻ ആൾക്കാരുടെ കൂടെ സഹകരിക്കുന്നില്ല നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ, അവിടുന്ന് ഉപദേശിക്കടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ലജ്ജയുള്ള ഒരു മകനെ കൊണ്ടുവന്നിട്ട് വാപ്പ പരാതി പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബിയോട് അവനെ വിട്ടേക്കാർ, അവനെ വിട്ടേക്കാർ, കാരണം അത് ഈമാനുള്ളവരുടെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അത് ഈമാനുള്ളവന്റെ അടയാളമാണ് ലജ്ജ. ഇന്നെല്ലാം പോയടോ, ഇന്നെല്ലാം ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയടോ. ഇന്ന് പടച്ചവനെ ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് ആ ലജ്ജ എന്ന് പറയുന്ന ഗുണമില്ലാതെ പോയിരിക്കുന്നു. അത് ചെറുപ്പക്കാരാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, എന്തിനാ വഴുത കേൾക്കാർ? ഈ മക്കാബിന്റെ അകത്ത് കിടക്കുന്ന മഹാനിന്റെ ഉറൂസിന് കടന്നു വന്ന വാപ്പാ തിരിച്ചു പോകുമ്പോ പോകുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? തിരിച്ചു പോകുമ്പോ പോകുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? ഈ ഉറൂസിൽ വന്നവര് തിരിച്ചു പോകുമ്പോ പലരും പടച്ചവനെ മുണ്ടുമടക്കി ഉടുത്തുകയാണ്. മുട്ടിന്റെ പുകൾ ഭാഗം വരെ കാണാറ്, മുട്ടുപക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്നറിയാത്ത ആരുമില്ല. എന്നാ നാട്ടുകാരെ കാണുന്നതിന് വേണ്ടി ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ വാപ്പ മുടിയൊക്കെ നരച്ചു പോയ പിതാവ് തന്റെ മുണ്ട് മടക്കി ഉടുത്തിട്ട് തുടയിൽ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചു കൊണ്ടുപോകുന്ന കാലമാ. പടച്ചവനെ, നാട്ടുകാരുടെ മുമ്പില് പ്രായം പോലും മറന്നുകൊണ്ട് ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഉപ്പമാരുണ്ടല്ലോ. ഉമ്മമാരേ, അല്ലാഹുവിന്റെ വലിയല്ലേ കിടക്കുന്നത്, സാധാരണ ആളല്ലല്ലോ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ
നടക്കുന്നത് സാധാരണ ആൾക്കാരല്ലല്ലോ, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവരല്ലേ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരല്ലേ. ഈ വലിയനെ കാണാൻ വരുമ്പോ, ഈ ഉറൂസിനെ കടന്നു വരുമ്പോ ആ മുസ്ലിമീങ്ങൾ വരെ സാരിയുടെ തുമ്പെടുത്ത് തലയിലിടാറില്ലേ, അതാ ചുരിദാറിന്റെ ഷാളെടുത്ത് തലമറയ്ക്കാറില്ലേ. ബഹുമാനത്തോടെ ആദരവോടെ ഉപ്പാന്റെ മക്കാമിന്റെ മുമ്പിൽ വരുമ്പോ ഫർദയിട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങള്, തലയിൽ തുണിയിടാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ടടോ, എത്രയോ ഉമ്മമാരുണ്ടടോ. അവർക്ക് ഇതൊക്കെ ഒരു ആഘോഷമാണടോ, ഒന്ന് കറങ്ങാൻ കിട്ടുന്ന ചാൻസ് ആണടോ, പലരെയും കാണാൻ പറ്റുന്ന അവസരമാണടോ. അവർക്കതൊന്നും കുഴപ്പമില്ലടോ. ഒരു പെണ്ണിന്റെ ഒരു മുടി പോലും ഔറത്താ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാ. മുത്തുനബി അവിടെന്ന് പറഞ്ഞല്ലോ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് കണ്ടല്ലോ. മിഅ്റാജ് രാവിലെ എന്ന് പറയുന്ന ഒരു പാട്ട് തന്നെ അറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് പെണ്ണുങ്ങളെയാ സഹോദരിമാരെ. പെങ്ങളെ, തലമറക്കാതെ നടക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളുടെ തലയിൽ ഒരു തൊപ്പി വെച്ച് കൊടുക്കുകയാ, ഒരു തൊപ്പി വെച്ചു കൊടുക്കുകയാണ്. നരകത്തിന്റെ തീയാലുള്ള തൊപ്പി. അല്ലാ, തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകും പെണ്ണ്. കള്ളു കുടിച്ചവന്റെ ശിക്ഷയല്ല, വ്യഭിചരിച്ചവന്റെ ശിക്ഷയല്ല, സിഹ്ർ ചെയ്തവന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്തവന്റെ ശിക്ഷയല്ല. പെങ്ങളെ, അല്ലാഹു തലയിൽ ഒരു തൊപ്പി ധരിപ്പിക്കുകയാണ്. ശരീരം മുഴുവനും മുഖത്തുകൂടെ തലച്ചോറ് വരെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇവര് ചെയ്ത പാപം എന്തെന്നറിയോ? തലമറയ്ക്കാതെ നടക്കുന്ന ഉമ്മ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണെന്ന് നബി തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ ഇന്ന് നാണമെന്ന് പറയുന്നതില്ലടോ. അതാണിനുമില്ല, പെണ്ണിനുമില്ല, പ്രായമുള്ളവർക്കുമില്ല, ചെറുപ്പക്കാർക്കുമില്ല. പഠിച്ചവനെ, എന്തേ മുസ്ലിമേ ലജ്ജയില്ലാതെ പോയത്? ലജ്ജയില്ലാതെ പോയത് ഔറത്ത് തുറന്നിട്ടുകൊണ്ട് പരസ്യമായി നടക്കുകയാണ്. പണ്ട് തെറ്റു ചെയ്യാൻ നമുക്കൊരു പേടിയായിരുന്നടോ. ഒരു ഫോട്ടോ എടുക്കാൻ പെണ്ണുങ്ങൾക്ക് പേടിയായിരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വരാ പേടിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, അവര് ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് എന്തെല്ലാം പേക്കൂത്തുകൾ കാണിക്കുകയാണ്. ബീച്ചിൽ പോയാൽ, കടപ്പുറത്ത് പോയാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് മറിയടോ, ആണുങ്ങളും പെണ്ണുങ്ങളും കാണിക്കുന്നത് കണ്ടാ വല്ലാത്ത സങ്കടമാണ്. പണ്ടൊക്കെ പെണ്ണുങ്ങൾ വൈകുന്നേരമായ പുറത്തിറങ്ങാറില്ല. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിലെ ഗാനമേള നടന്നപ്പോ അല്ലാഹുവേ, തല്ലുകൊണ്ടപ്പോ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അതാ പടച്ചവര് ബേക്കൽ പരിപാടി നടത്തുമ്പോ അവിടെയും പടച്ചവനെ പെങ്ങന്മാരുണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തേ, ഇത് വല്ലാത്ത കളിയാ, ഇത് വല്ലാത്ത ആഘോഷമാ. ഇത് പറയുമ്പോ യുവതലമുറ പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിതമെന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാ, ജീവിതമെന്ന് പറയുന്നത് അടിച്ചു പൊളിക്കാനുള്ളതാ എന്ന് പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. അത് ആലിമാണെങ്കിലും, അത് കമ്മറ്റിക്കാരാണെങ്കിലും, അത് ഉസ്താദന്മാരാണെങ്കിലും, അത് കുടുംബക്കാരാണെങ്കിലും, തന്ത വൈബിന്റെ കാലമല്ലേ. സ്വന്തം വാപ്പയെ പോലും കളിയാക്കുന്ന യുവത്വമേ, അവിടെയും ഇവിടെയും തിരിഞ്ഞു നടക്കുന്ന 10, 12, 15 വയസ്സുള്ള പെൺകുട്ടികൾ, 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുമ്പോ, മക്കളെ നിങ്ങൾ എവിടെ പോവുകയാണ്? ചോദ്യം ചെയ്യുന്നവരെ കളിയാക്കുന്നവരുണ്ടടോ, പരിഹസിക്കുന്നവരുണ്ടടോ, അവരെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെ രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്ക്.
അല്ലാഹുവേ 16 വയസ്സുകാരനാണ് 14 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നത്. ഉമ്മയോട് പറയുമെന്ന് പറഞ്ഞതിന്റെ പേരില് പടച്ചവരെ കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് 46കാരനല്ല, ചെറിയ മക്കളുടെ കഥയാടോ. എന്തൊക്കെ വാർത്തകളാ വായിക്കുന്നത്, എന്തൊക്കെ സങ്കടകരമായ വാർത്തകൾ കാണുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലജ്ജ വേണം സഹോദരാ, എല്ലാത്തിനും ഒരു നാണം വേണമടാ ചെറുപ്പക്കാരാ, ഒരു മാന്യത വേണ്ടേ മോന്. നീ ഒരു മുസ്ലിം അല്ലേടാ, നീ ഒരു മുസ്ലിം അല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ആരാടാ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്? ഈ ജീവിതം സുഖിക്കാനുള്ളതാണെന്ന് ആരാ നിന്നോട് പറഞ്ഞു തന്നത്? അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല. നിനക്ക് ഭക്ഷണം തന്നതാരാ? നിന്നെ ജനിപ്പിച്ചതാരാ? നിനക്ക് ജീവൻ തന്നതാരാ? നിനക്ക് സർവ്വതും തരുന്നതാരാ? നിന്നെ ജീവനോടെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നവനാരാ? അത് പടച്ച റബ്ബാടാ പൊന്നുമോന്. ആ അല്ലാഹുവാണ് നിന്നെ പടച്ചത്. എന്തിനാണ് പടച്ചവനെ പറയുന്ന രീതിയിൽ അനുസരിക്കാരാ, അല്ലാതെ തോന്നിവാസികളെ പോലെ ജീവിക്കാനല്ല, അല്ലാതെ പടച്ചവനെ മറന്നു നടക്കാനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല. ഇതല്ലടാ ജീവിതം, ഇതല്ലടാ ജീവിതം. യാത്രക്കാരാണ് ചെറുപ്പക്കാരാ. എന്റെ വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരികളായ 10ാം ക്ലാസ്സിലും +1നും +2നും ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടികളോട് അല്ലാഹുവേ റീലെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഈ സമുദായത്തിന് നാണം കെടുത്തുന്ന യുവതലമുറയോട് പറയുകയാ, യാത്രക്കാരാണ് മക്കള്, യാത്രക്കാരാണ് മക്കള്. അല്ലാഹുവേ പള്ളിയിൽ നിന്ന് അതാ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വാഹനം കടന്നു വരുമല്ലോ, മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനം വീട്ടിലേക്ക് വരുമ്പോൾ അതിനകത്ത് കയറിപ്പോകാൻ ഒരുങ്ങി നിൽക്കുന്ന യാത്രക്കാരാണ് നമ്മള്. ആ ഓർമ്മ വേണം ചെറുപ്പക്കാരാ. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. അതാണ് യഥാർത്ഥ ജീവിതം. നമ്മുടെ ജീവിതത്തിന്റെ വിലയറിയണമെങ്കിൽ അല്ലാഹുവേ ജനിച്ചപ്പോഴേ ഒരു ചെവിയില് ബാങ്ക് വിളിച്ചു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. ഇന്ന് വരെ നിസ്കരിച്ചില്ലടാ ചെറുപ്പക്കാരാ. ആ ബാങ്കും ഇഖാമത്തും കൊടുത്ത നിസ്കാരം ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ആ നിസ്കാരം ഏതാണെന്നറിയോ? 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ, മൂക്കിന്റെ ദ്വാരമ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നെല്ലിക്കുന്ന പള്ളിയുടെ മുമ്പിലേക്ക് 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുമ്പിൽ വെക്കുമ്പോ ആരും പറയാറില്ല, ബാങ്ക് വിളിച്ചില്ല, ഇഖാമത്ത് കൊടുത്തില്ല. നേരത്തെ വിളിച്ചു വച്ചിരിക്കുകയാ, നേരത്തെ വിളിച്ചു വച്ചിരിക്കുകയാ. മരിച്ചാ കുളിപ്പിക്കണം, പൊതിയണം, കബറ് കുടിക്കണം, കൊണ്ടുവന്ന് നിസ്കരിച്ചിട്ട് കബറടക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഗുണമെന്താ? ആ സ്വഹാബിയുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളോട് തലമറയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല, ഇന്നത്തെ പെൺകുട്ടികളോട് തലമറയ്ക്കാൻ പറയുന്നില്ല, ബാക്കിയെങ്കിലും ഒന്ന് മറച്ചാൽ മതിയായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
തലമറയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല. അത് കാരണം എന്താ അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കണില്ല. നേരത്തെ പണ്ട് ഉസ്താദന്മാര് തലമറയ്ക്കാനാ പറയണേ. ഇപ്പൊ പറയുന്നത് തലമറയ്ക്കാനുള്ള ബാക്കിയുള്ളതെങ്കിലും ഒന്ന് മറയ്ക്കും മക്കളെ. ആൺകുട്ടികളോട് പറയുന്ന മോനെ, എടാ ഈ നിക്കറിട്ടുകൊണ്ട് നടക്കണ പരിപാടി ഒന്നും മാറ്റിയിട്ട് എടാ ഒന്ന് നല്ല വസ്ത്രം ധരിക്കും മോനെ. അള്ളാനെ ഭയന്ന് ജീവിക്കണം മക്കളെ. ലജ്ജ വേണോടാ. എടാ നീയേ ഇങ്ങനെ ആയിപ്പോയി, നാട്ടുകാരെ കൂടെ നരകത്തിൽ കൊണ്ടുപോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീയേ ഇങ്ങനായി. വാപ്പ വാള് കഴിഞ്ഞ് പോകുമ്പോ കാണണം ഒരു ഉടുത്തുണ്ടോ. സുബ്ഹാനല്ലാഹ്. വാപ്പ മുണ്ടം കിട്ടും മടക്കി ഉടുത്തിട്ട് ഇങ്ങനെ തൊടയിൽ അടിച്ചോണ്ടാ പോണെ. കണ്ടോ കണ്ടോന്ന്. എന്താ വാപ്പ, നിന്റെ മുടിയും നരച്ചു, പ്രായമായി, ഒരുപാട് രോഗങ്ങളായി, എന്നിട്ട് നന്നാകുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലജ്ജയില്ലാത്തവനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ലജ്ജയില്ലാത്ത ഒരാളെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് പിന്നെ തോന്നുന്ന പോലെ ജീവിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഗുണം ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. അള്ളാഹു അതിന്റെ 4 അംശമെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അതിന്റെ ഒരു അല്പമെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ടത്തെ പെണ്ണുങ്ങള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമായിരുന്നു. പണ്ട് ഗ്രൂപ്പ് ഫോട്ടോ. അന്ന് പെണ്ണുങ്ങളിൽ പലരും സ്കൂളിൽ പോകാറില്ല. ചോദിച്ചാൽ പറയും ഫോട്ടോ എടുക്കുന്നത് കാരണം പോകത്തില്ല. എന്നാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ നോക്കിക്കേ, ആ ഉമ്മ ഇന്നവർ ഉമ്മയായി. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച താത്ത ഇന്ന് മക്കളെയും കെട്ടിച്ച് കൊച്ചുമക്കളെയും കെട്ടിക്കാൻ പ്രായമായി. പക്ഷെ ഇപ്പോഴോ, ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് അന്ന് പഠിച്ചവർക്ക് ഇന്ന് ഗ്രൂപ്പുകളുണ്ട്. ഇന്ന് ഗ്രൂപ്പുകളുടെ കാലമാണ്. ഇന്ന് എല്ലാത്തിനും ഗ്രൂപ്പാ. 1985 10ാം ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. എല്ലാ CC അടഞ്ഞ് തീരാറായി. എല്ലാത്തിനും ആണിനും പെണ്ണിനും CC അടഞ്ഞ് തീരാറായി. 2025 ഏറ്റവും കൂടുതൽ ഒളിച്ചോടിയതും കുടുംബ കലഹങ്ങൾ ഉണ്ടാകാൻ കാരണമായത് ഈ ഗ്രൂപ്പുകളാണ് എന്ന് പഠിപ്പിക്കുക കണക്കുകൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്ജയുള്ളവരാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 2ാമത്തെ ഗുണം സദഖ കൊടുക്കുന്നതിൽ വല്ലാത്ത ഒരു ലഹരിയായിരുന്നു ആ സഹാബിക്ക്. സദഖ കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലഹരിയായി കണ്ടിരുന്നു. എത്ര കൊടുത്താലും മതി വരില്ല, എത്ര വാരിക്കോരി കൊടുത്താലും മതി വരില്ല. മഹാനായ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്താ? മുമ്പിൽ വരുന്ന ഒരാളെയും ആ സ്വഹാബി വെറും കൈയോടെ മടക്കാറില്ല. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണമടോ. നമ്മളുടെ അടുക്കൽ പടച്ചവനെ, നമ്മൾ പള്ളി പണിയാണ് സദഖ കൊടുക്കണം, ഹിഫ്ള് കോളേജിന്റെ പണിയാണ് കൊടുക്കണം. നമ്മൾ പറയും ഒരു വട്ടം കൊടുത്തതാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാ എന്ന് പറയുന്നവര്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എന്തെന്നറിയോ? അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. ആരാവുള്ളത്? പടച്ചവന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്. ഒന്നാമനായി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുത്തുനബിയേ, 100 ഒട്ടകവും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതയാ. അവിടെ ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 100 ഒട്ടകവും അതിന്റെ മുകളിലുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത സന്തോഷമായടോ. പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അവിടെ ദുആ ചെയ്യുകയാ. സദഖ കൊടുത്താ ദുആ ചെയ്യണമല്ലോ. പടച്ചവനെ, മറ്റുള്ളവർക്ക് ചെയ്യാൻ അതൊരു മനസ്സുണ്ടാകാനുള്ള കാരണമാകും
ഭാരമല്ലോ. അതുകൊണ്ട് നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 100 ഒട്ടകങ്ങളെയും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും സദഖ ചെയ്തിരിക്കുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാ സഹാബ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാ ഉള്ളത്? അതാ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ രണ്ടാമതും എഴുന്നേൽക്കുകയാണ്. നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 കൊടുത്തതെങ്കിൽ, 100 ഒട്ടകക്കട്ടിലാണ് കൊടുത്തതെങ്കിൽ, രണ്ടാമത് ഉസ്മാൻ തങ്ങൾ പറയുന്നു 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ മൂന്നാമത് ചോദിക്കുന്നു, ആരാ സ്വഹാബ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇനി ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ മൂന്നാമത് എഴുന്നേൽക്കുകയാണ്. നബിയേ, 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞത്, പിന്നെ 200 പറഞ്ഞത്, പിന്നെ 300 പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്തു. സ്വഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ തങ്ങൾ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. തന്റെ സമ്പാദ്യം തീരുന്നത് വരെ നബി തങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അത് വല്ലാത്ത ഒരു സ്വഭാവമായിരുന്നടോ. ഉസ്മാൻ തങ്ങളുടെ വല്ലാത്ത ഒരു ഗുണമായിരുന്നു. അല്ലാഹുവേ, മറ്റൊരു സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിക്കണം, യുദ്ധത്തിന് പോവുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടി മസ്ജിദുൻ നബവിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 9 സഹോദരാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 50 കുതിരകളെ ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങളുടെ സമ്പത്തൊന്ന് ചിന്തിച്ചു നോക്കടോ. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 സ്വർണ്ണ നാണയങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കേണ്ട താമസം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സദഖ കൊടുത്തത് പടച്ചവനെ വല്ലാത്ത ഒരു മനസ്സായിരുന്നു. നമ്മളൊക്കെ മദീനത്ത് പോകാറുണ്ടല്ലോ, ഒരുപാട് തോട്ടങ്ങൾ കാണാറുണ്ടല്ലോ. പേര് ഉസ്മാൻ, പടച്ചവനെ ഉസ്മാൻ തങ്ങളുടെ കിണർ കാണാൻ സഹോദരാ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ റോമ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു. മുസ്ലിമീങ്ങളെ വെള്ളമെടുക്കാൻ പോകുമ്പോ ആ യഹൂദിയായ മനുഷ്യൻ അവിടെ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കില്ലായിരുന്നു. മുസ്ലിമീങ്ങൾ വെള്ളം കോരാൻ പാടില്ല. അല്ലാഹുവേ, സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ, ആരാ സ്വഹാബ ആ കിണർ ആരാണ് മേടിച്ചു കൊടുക്കുന്നത്? സ്വർഗത്തിലൊരു കിണർ പടച്ച റബ്ബ് തരുമെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ആ കിണറിന്റെ ഉടമസ്ഥനായ യഹൂദിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പറഞ്ഞു, ഈ കിണർ നിങ്ങൾ വിൽക്കണം, ഈ കിണർ എനിക്ക് തരുമോ, ഈ കിണർ എനിക്ക് തരുമോ? അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കൂല, നിങ്ങൾ ചോദിക്കുന്നത് തരാ, ഈ കിണറിന് വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാ. യഹൂദിയായ മനുഷ്യൻ 35,000 വെള്ളി നാണയങ്ങളാ ചോദിച്ചത്. ആ കിണറിന് പകരമായിട്ട് 35,000 വെള്ളി നാണയം ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ
ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 35,000 വെള്ളി നാണയം എണ്ണി കൊടുത്തിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് വെറുതെ ചോദിച്ചതാണോ? അത്രയും വിലയൊന്നുമില്ല, കളിയാക്കുന്ന രീതിയിൽ ചുമ്മാതെ വന്ന് പറഞ്ഞതാണ്. 35,000 വെള്ളി നാണയം തന്നാ ഞാൻ തരാ. ഉസ്മാൻ തങ്ങൾ പടച്ചവര് ആ മനുഷ്യന്റെ കയ്യിൽ 35,000 വെള്ളി നാണയം കൊടുത്തിട്ട് അവിടെന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാ. അവിടെ നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിലൊരു കിണർ തന്നെ തന്നല്ലോ. ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുകയാണ്. നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം ഇതാടോ. വല്ലാത്ത മനസ്സായിരുന്നു, സഹായിക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല, ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല. അല്ലാഹുവേ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലർക്കും ഇല്ലാതെ പോയ ഒരു സ്വഭാവമാണോ സദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹുവേ, പള്ളികൾക്ക് ചോദിച്ചോ, യതീംഖാനകൾക്ക് വേണ്ടി ചോദിച്ചോ, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചോ, പാവങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർ, കിഡ്നി രോഗികൾ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടി ചോദിക്കുമ്പോ പലരും കൊടുക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു. എല്ലാവരും വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ, കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ. ഉണക്കുകാലം വരികയാണ്. പടച്ചവരെ, കിണറ്റിലെ വെള്ളം പറ്റിപ്പോകുമെന്നുള്ള പേടി കാരണം അയൽവാസികൾക്ക് പോലും വെള്ളം കൊടുക്കാത്ത മുസ്ലിമേ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്. വരുന്നവന് വെറും കയ്യോടെ മടക്കരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ ചോദിച്ചാൽ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കാതെ വെറും കയ്യോടെ മടക്കരുത്. അതിലെ ഒരു കാര്യം വെള്ളമാ സഹോദരാ. ഉണ്ടെങ്കിൽ കൊടുക്കട്, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഇല്ല എന്ന് പറഞ്ഞിറക്കി വിടരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു വാരിക്കോരി കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഏത് കാര്യത്തിനു വേണ്ടി ചോദിച്ചാലും കൊടുക്കടോ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കൂ. കഴിഞ്ഞ ഉറൂസിന് വന്നപ്പോ പടച്ചവനെ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് എന്ന് പുറകിൽ കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പടച്ചവനെ മനോഹരമായ ഒരു ബിൽഡിംഗ് പണിതിട്ടിരിക്കുകയാ. അല്ലാഹുവേ, ആരൊക്കെ അതിനു വേണ്ടി സഹായിച്ചോ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. 40 വർഷമായി നിങ്ങളുടെ പള്ളിയിൽ ഒരു ഇമാമ് ജോലി ചെയ്യുന്നു. 40 ദിവസം ഇരിക്കൂലല്ലോ ഒരിടത്ത്. 40 ദിവസം ഇരിക്കാൻ പറ്റൂല, അത്രയ്ക്കും കഠിനമായ ജോലിയാ. 40 കൊല്ലമായിട്ട് ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സയ്യിദ് മദനി ഇവിടാണ് പഠിച്ചത്. അൽഹംദുലില്ലാഹ്, ഉള്ളാളം തങ്ങളുപ്പാന്റെ ഇവിടെ പഠിച്ച ഉസ്താദ് അവറുകൾ അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉസ്താദ് അവറുകൾ നോക്കിയേ, ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ? ആർക്കാ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ഉസ്താദിനടോ? കിളയ്ക്കാൻ പോകുന്നവരുണ്ടോ? 8,000 9,000 ഒക്കെ, 1000 1500 ശമ്പളം വാങ്ങുന്നവരില്ലേ? ഉസ്താദിന്റെ ശമ്പളം നിങ്ങൾ കൂട്ടി നോക്കണം. ഏറ്റവും കുറഞ്ഞ ശമ്പളം, എന്നാൽ ഏറ്റവും സന്തോഷമുള്ള ജീവിതം അതാ. ആ കുറഞ്ഞ ശമ്പളത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുറച്ചേ ഉള്ളൂ, എന്നിട്ട് ഉസ്താദ് ബാങ്കിൽ കൊണ്ടിടുന്നുണ്ട് ബാലൻസ്. ഈ 10,000 ഉള്ളൂ, ഈ 17,000 ഉള്ളൂ. ഉസ്താദിന് ഫാത്തിഹ ഓതുമ്പോ മോളിൽ നിന്ന് ഇറങ്ങിയൊന്നും വരൂല. അരിക്കടയിൽ പോയിട്ട് ഉസ്താദിന് നിങ്ങൾ കൊടുക്കണം, അതേ പൈസ തന്നെ കൊടുക്കണം.
ഉസ്താദിന് മക്കളുണ്ട്, ട്യൂഷനുണ്ട്, മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ ഭാര്യമാരെ പോലെ ഉസ്താദിന്റെ ഭാര്യക്ക് സ്വർണ്ണമൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ആ 17,000-നകത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും ബാങ്കിൽ കൊണ്ടിടാൻ ഒരല്പം ബാക്കിയുണ്ട്. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മാസം വീട്ടിൽ തട്ടിയും മുട്ടിയും പോകണമെങ്കിൽ ലക്ഷങ്ങൾ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു മാസം ഒന്ന് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തട്ടിമുട്ടി 1,00,000 രൂപ വേണം എന്ന് പറയുന്നവരുടെ നടുവില ഈ 17,000 എണ്ണി മാറ്റി വെച്ചിട്ട് പലതും ചെയ്യുന്നത്. ഇതാ ബർക്കത്ത്. എടോ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാ. ഒന്ന്, അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിന്ന് കിട്ടണം. ഒരു ദിവസം മാത്രം ലാഭം പോരാ, എല്ലാ ദിവസവും വേണം. അള്ളാഹു തന്ന നിഅമത്ത് നിലനിൽക്കണം, അതിൽ അഭിവൃദ്ധി ഉണ്ടാകണം. അതിലൊരു ബർക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ 2ാമത്തെ ഗുണം എന്താണ്? തന്റെ മുമ്പിൽ വരുന്നവനെ വെറും കൈയോടെ മടക്കാറില്ല. ചോദിച്ചാൽ വാരി കോരി കൊടുക്കുന്ന ഒരു മനസ്സാണ്. റബ്ബേ, നമ്മൾക്കും ആ മനസ്സാണ് വേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ എന്തിനാ 6-7 കുട്ടികളെ ഹാഫിളീങ്ങളായല്ലോ, പടച്ചവനെ ഇനി ടൈലിന്റെ പണിയാണ് ബാക്കി, ആരും എഴുന്നേക്കണ്ട, മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ ഖതീബ് ഉസ്താദ്, ഉസ്താദേ ഞാൻ ഇട്ട് തരാ. വല്ലാത്ത പ്രതിഫലമാ സഹോദരാ, വല്ലാത്ത പ്രതിഫലമാ സഹോദരാ. ഇതൊക്കെയാണോ ജീവിതത്തിൽ ചെയ്യേണ്ടത്? ഇതൊക്കെയേ ജീവിതത്തിൽ ഉപകാരപ്പെടൂ. അതുകൊണ്ട് വല്ലാത്ത ഗുണമായിരുന്നു സദഖ കൊടുക്കല്. 3ാമത്തെ ഗുണമെന്തെന്നറിയോ? സയ്യിദുനാ ഉസ്മാൻ അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ സ്വഹാബിയുടെ 3ാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവേ, പടച്ചവനെ വല്ലാത്ത പേടിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് സ്വഹാബത്ത് അവിടെന്ന് ചോദിക്കും, ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ ഖബർ കാണുമ്പോ എന്തിനാണ് വല്ലാതെ കരയുന്നത്? നിങ്ങൾ ഖബർ കാണുമ്പോ മാത്രം ഒരുപാട് കരയുന്നുണ്ടല്ലോ. താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകുന്ന രീതിയിൽ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഖബർ കാണുന്ന സമയം നിങ്ങൾ കരയാറുണ്ടല്ലോ. നിങ്ങളോട് നരകം പറയുമ്പോ ഇത്രയും കരയാറില്ല, മഹ്ശറ പറയുമ്പോ ഇത്രയും കരയാറില്ല, ഹിസാബ് പറയുമ്പോ ഇത്രയും കരയാറില്ല. നരകത്തിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ താടിയിലൂടെ കണ്ണുനീരൊഴുകുന്ന രീതിയിൽ നിങ്ങൾ കരയാറില്ല. എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ വല്ലാതെ കരയുന്നത്? ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്, കൈകാലുകൾ വിറയ്ക്കുമടോ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഖബർ കണ്ടാൽ ഉസ്മാൻ തങ്ങളുടെ ശരീരം വിറയ്ക്കുമായിരുന്നു, അതുപോലെ കരയുമായിരുന്നു, അതുപോലെ കരയുമായിരുന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഈ ഖബർ തുടക്കമാണ് ജീവിതത്തിന്റെ, യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം ഖബറാണ്. ഈ ഖബറിനകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ അവന് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. ഈ ഖബറിനകത്ത് ആരെങ്കിലും ഒരു മനുഷ്യന് പരാജയപ്പെട്ടാൽ അവന് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ കരയുന്നതെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വഅദ് പറയാൻ തുടങ്ങിയപ്പോ ഞാൻ ഖബറിനെ കുറിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയല്ലോ. ഈ ഖബറിനൊരു പ്രത്യേകതയുണ്ട്, ഈ കാണുന്ന പള്ളിപ്പറമ്പിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തെന്നറിയോ? ഞാനും നിങ്ങളും പടച്ചവനെ ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലടോ. നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്കൊന്ന് ജീവിച്ചിട്ടുണ്ടോ സഹോദരാ? ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വീടിന്റെ അകത്ത് ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് കിടന്നു നോക്ക്.
നോക്ക്. ഭാര്യയില്ല, മക്കളില്ല, കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല. ഒരു ദിവസം നിന്റെ വീടിന്റെ അകത്ത് ലക്ഷങ്ങളെ ചിലവഴിച്ച് പണിതിട്ടിരിക്കുന്ന കൊട്ടാരം പോലെയുള്ള വീടിന്റെ അകത്ത് ഒരു ദിവസം ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് പേടിയാടോ? പെങ്ങളെ, ധൈര്യമുണ്ടോ പെങ്ങള്? എടോ, നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലടോ. വാപ്പയുടെ കൂടെ, ഉമ്മയുടെ കൂടെ, കൂടപ്പറപ്പിന്റെ കൂടെ, ഭാര്യമാരുടെ കൂടെ, മക്കളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ. സിറാജ് ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എന്റെ ഉമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കൂടപ്പറപ്പുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, എന്റെ നാട്ടുകാരുണ്ട്, എല്ലാവരും എന്റെ കൂടെയുണ്ട്. പടച്ചവനെ അല്ലാ, നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ സിറാജ് ഒറ്റയ്ക്കല്ല പോകുന്നത്. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സക്കരിയ നബിയും, ഈസാ നബിയും, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ കോടാരി കോടാരി വരുന്ന ജനങ്ങൾ മുഴുവനും സിറാജ് ഒറ്റയ്ക്കല്ല മഹ്ശറയിൽ സിറാജിന്റെ കൂടെയുണ്ട്. അല്ലാഹു എനിക്ക് സ്വർഗം തന്നാൽ ആ സ്വർഗത്തിലും സിറാജ് ഒറ്റയ്ക്കല്ല, കൂടെ ഒരുപാട് നല്ലവരുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. പടച്ചവനെങ്ങാണം എന്നെ നരകത്തിലെറിഞ്ഞ അവിടെ അബൂജഹലും മുത്തുബത്തും ശൈബത്തും കാറൂനും നമ്രൂദും ഫിറഔനും, അല്ലാഹുവേ, അവിടെയും ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും മഹ്ശറയാണെങ്കിലും ദുനിയാവാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കല്ലടോ. അവിടെ എല്ലാം നമ്മുടെ കൂടെ എല്ലാവരുമുണ്ട്. പക്ഷേ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് പോയി ഏകാന്തനായിട്ട് ഖിയാമത്ത് നാൾ വരെ കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ഖബറാടാ ചെറുപ്പക്കാരാ, അത് ഖബറാടാ ചെറുപ്പക്കാരാ. വാഴ കേൾക്കാൻ വന്നപ്പോ ഖബറ് കണ്ടില്ലേ? ഇറങ്ങി പോകുന്നത് ഖബറിന്റെ ഭാഗത്ത് കൂടല്ലേ? ആ ഖബർ നിന്നോട് പറയുകയാ, ഏകാന്തതയുടെ വീടാ, ഞാൻ ഏകാന്തതയുടെ വീടാ. ആ ഖബർ നമ്മളോട് ഓരോരുത്തരോടും വിളിച്ചു പറയുന്നു, ഞാൻ ഏകാന്തതയുടെ വീടാ. നിങ്ങൾ വരുമ്പോ കൂട്ടാളിയും കൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ. ഈ ഖബറിന് നാവുണ്ട് ചെറുപ്പക്കാരാ. സിറാജ് പറയുന്നത് പോലെ ഈ ഖബറിന് നാവുണ്ടടാ മോനെ. നിങ്ങൾ പരിഹസിക്കണ്ട, നിങ്ങൾ കളിയാക്കണ്ട. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലടോ. ഈ ഖബറിന് നാവുണ്ടടോ, ഈ ഖബറിന് നാവുണ്ടടോ. അതിന്റെ പരിസരത്ത് പോകുന്നവരോട് ആ ഖബർ സംസാരിക്കുന്നുണ്ടോ? ആരാ പറഞ്ഞതെന്നറിയോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മഹാനാ, ഖുർആൻ ഓതി മരണപ്പെട്ട മഹാനാ. ആ ഉസ്മാൻ തങ്ങൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒരു മനുഷ്യൻ പടച്ചവരെ ഖബറടക്കി, ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി. ജനാസ ഖബറടക്കിയിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ ഒറ്റയ്ക്ക് നിൽക്കുകയാ. ഖബർസ്ഥാനിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. എന്തിനാ തങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എന്തിനാ തങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എല്ലാവരും പൊക്കോ, എന്നെ വെറുതെ വിട്ടേക്ക്, എല്ലാവരും പൊക്കോ. എന്തിനാ തങ്ങളെ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? മയ്യത്തിനോടുള്ള കടമകൾ മുഴുവനും കഴിഞ്ഞല്ലോ. കുളിപ്പിച്ചോ, കഫം പൊതിഞ്ഞോ, നിസ്കരിച്ചോ, ഖബറടക്കി. ഇനി എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, എന്നെ വിട്ടേക്കാർ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എന്നെ വിട്ടേക്കാർ. എന്നിട്ട് ഇങ്ങനെ പോയടാ ചെറുപ്പക്കാരാ, പോയടാ ചെറുപ്പക്കാരാ. നെല്ലിക്കുന്നിന്റെ പരിസരത്തുള്ള യുവത്വമേ, നന്നാകണോ മോരെ? നിന്റെ കള്ളുകുടി മാറണോടാ, നിന്റെ ദുസ്വഭാവം മാറണോടാ. എപ്പോഴെങ്കിലും നിനക്ക് നന്നാകണമെന്ന് തോന്നിയാൽ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ, നിനക്ക് എപ്പോഴെങ്കിലും നന്നാകണമെന്ന് തോന്നിയാ എന്ത് ചെയ്യണമെന്നറിയോ? നെല്ലിക്കുന്ന് പള്ളിയിലേക്ക് വരണേ ചെറുപ്പക്കാരാ. എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ, നന്നാകണമെന്ന്
തോന്നിയാ നീ പള്ളിപ്പറമ്പിൽ വന്നിട്ടൊന്ന് നിൽക്കടാ ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ പോയിട്ടൊരു ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. കരയുന്നുണ്ട്, കരയുന്നുണ്ട്, മിണ്ടാതെ നിന്ന് കരയുകയാ. കാരണം ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ പേടിക്കണമെന്നാട്, ഖബർ കണ്ടാ കരയണമെന്നാട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിന്റെ ചാരത്തിരുന്നിട്ട് കരയുകയാണ്. ആ കരച്ചിൽ കണ്ടപ്പോ, മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടപ്പോ ഖബർ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരുപാട് നേരമായില്ലേ, ഒരുപാട് സമയമായല്ലോ, മിണ്ടാതെ ഇരിക്കുന്നല്ലോ, എന്നോടൊന്നും ചോദിക്കാറില്ലേ? എന്റെ അകത്ത് കിടക്കുന്നവന്റെ കാര്യം അറിയണ്ടേ, എന്റെ സ്വഭാവം അറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഖബർ ചോദിക്കുകയാ, മിണ്ടാതെ ഇരിക്കുന്നത്? ഒരുപാട് സമയമായിട്ട് മിണ്ടാതെ ഇരിക്കുന്നല്ലോ, ഒന്നും ചോദിക്കാനൊന്നുമില്ലേ? എന്റെ സ്വഭാവം എന്താണെന്നറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, എന്താ നിന്റെ സ്വഭാവം എന്താ? മസഖതുൽ അക്ഫാൻ വസദഖതൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹുമാ. ഖബറിന്റെ സ്വഭാവം അങ്ങ് പറഞ്ഞടാ ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. ഖബറിന്റെ സ്വഭാവം പറഞ്ഞപ്പോ, ഒരു മയ്യത്ത് കൊണ്ടുവച്ചാൽ ഞാൻ അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാണ്, അവന്റെ രണ്ടു ഭാഗത്ത് നിന്ന് വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഖബർ ഞെരിക്കുകയാണ്. ഈ രംഗം ഇങ്ങനെ പറഞ്ഞപ്പോ അത് കേൾക്കാനുള്ള ധൈര്യമില്ലാതെ പിടഞ്ഞു താഴെ വീടു. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കണ്ണുനീര് വീണിട്ട് ഖബർ നനയുകയാ. അപ്പോഴാണ് ഖബറിന് പോലെ സങ്കടം വന്നടോ, ഖബറിന് പോലെ സങ്കടം വന്നടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഖബർ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബ്ലാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് രക്ഷപ്പെടണോ, രക്ഷപ്പെടണോ, യാറടി മണ്ണിനകത്ത് രക്ഷപ്പെടണോ, അതിനുള്ള വഴി പോലും പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എടാ പേടിക്കണം ചെറുപ്പക്കാരാ, ഇത് ഖബറാണടാ മോനെ, നന്നാകുമടാ ചെറുപ്പക്കാരാ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത്, നെല്ലിക്കുന്ന പള്ളിയിൽ എവിടെയെങ്കിലും ഖബർ കുടിച്ചിട്ടിരിക്കും ചെറുപ്പക്കാരാ. പോകടാ മോനെ, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങടാ ചെറുപ്പക്കാരാ. നെല്ലിക്കുന്നിലെ ചെറുപ്പക്കാരോട് പറയുകയാണ്, നാളെ എപ്പോഴെങ്കിലും പകല് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പള്ളിപ്പറമ്പിൽ കടന്നു ചെന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്തുനിന്ന് ഇറങ്ങടാ. പാതിരാത്രി 1 മണിക്കല്ലടാ ചെറുപ്പക്കാരാ, നീ ഏത് പാതിരാത്രിയും എതിലെ വേണമെങ്കിലും പോകുന്നവനല്ലേ. നിനക്ക് യക്ഷിയെ പേടിയില്ല, പ്രേതത്തിനെ പേടിയില്ല, ഏത് പാതിരാത്രിയും എതിലെ വേണമെങ്കിലും പോകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരോട്, നെല്ലിക്കുഴി പള്ളിയുണ്ടല്ലോ, നിങ്ങളുടെ ഈ നാട്ടിലെ പള്ളിയില് എന്തായാലും ഒരു ഖബർ കുഴിച്ചിട്ടുണ്ടാകും. ഒരെണ്ണമെങ്കിലും ഉണ്ടാവില്ല, ഒരു ഖബറെങ്കിലും ഉണ്ടാകുമല്ലോ. നീ നാളെ ഉറൂസിന്റെ ചോറൊക്കെ കൊടുത്ത് റാഹത്തായിട്ട് നീ നല്ല വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് നേരെ പള്ളിക്കാട്ടി പോയിട്ട് ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നീ ഒന്ന് കിടക്കടാ മോനെ. ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ അതിനകത്ത് തന്നെ മണ്ണിട്ട് മൂടേണ്ടി വരും. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. ആ ഖബറിനകത്ത് അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന വെറുതെ അല്ലടോ, ഈ വഴുത് പറയണം, ഞാൻ പോയി ഇറങ്ങിയിട്ട് എന്റെ കയ്യും കാലും വിറയ്ക്കാം.
എന്റെ പള്ളിയിൽ എനിക്ക് കവർ കുഴിച്ചിട്ട് പടച്ചോനെ ഞാൻ പോയിട്ട് ഇറങ്ങി. ഇപ്പൊ എന്റെ പള്ളിയിൽ റെഡിമെയ്ഡ് കവറാ. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്ത കവറാടോ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, റെഡിമെയ്ഡ് കവർ. അതിനകത്ത് ഇറങ്ങിയിട്ട് കേറാൻ പറ്റുന്നില്ലേ ഗാദി? ഞാൻ അതിനകത്ത് ഇറങ്ങിയിട്ട് നീ ഇരുന്ന് നോക്കിയോടോ. വല്ലാഹി സത്യം, ഞാൻ ഖബറിനകത്തൊന്ന് ഇറങ്ങിയിട്ട് കാല് നീട്ടി മുൻകറിനെ കീറുമെന്നങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ട് മൻ റബ്ബുക്ക മൻ ദീനുക്ക മൻ ഇമാമുക്ക ചോദിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ പലകയൊക്കെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാനിങ്ങനെ എഴുന്നേറ്റിരുന്നു, എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിയർത്തടോ. അതാ ഖബർ, അതാ ഖബർ. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമിൽ ഒരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതുപോലൊരു കുഴി നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാ? ഒന്ന് പോയി നോക്കുമോനെ. ആ കവറിനകത്തങ്ങട്ട് ഇറങ്ങി നിന്ന ഏത് ശൈത്താനും ഇറങ്ങൂടാ ചങ്ങായി. ഒരു നിമിഷം നിന്റെ കൈയും കാലും വിറയ്ക്കും, നിന്റെ ശരീരം വിയർക്കും, നിന്റെ നെഞ്ചൊന്ന് പിടയും. ഈമാനുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനും ഒറ്റയ്ക്ക് പോയി ഒന്ന് ഇറങ്ങി നോക്കടോ. ഒരു നിമിഷമെങ്കിലും അവന്റെ ഹൃദയം പിടയ്ക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം കേട്ടപ്പോഴല്ല, ഖബറ് കണ്ട ആ ചങ്ങാതിയുടെ കണ്ണ് നിറയും. കാരണം എന്തേ? സിറാജായാലും നിങ്ങളായാലും ഖിയാമത്ത് നാള് വരെ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. അത് നരകമല്ല, അത് സ്വർഗമല്ല, അത് മഹ്ശറയല്ല, അത് ദുനിയാവല്ല. ഈ താഴെ കാണുന്ന കുഴിക്കകത്ത് ഒറ്റയ്ക്കാ നമ്മൾ പോയി കിടക്കണ്ടേ. അതാ ഉസ്മാൻ തങ്ങൾ കരഞ്ഞത്. ഏകാന്തമായി കിടക്കേണ്ട ഏക സ്ഥലം അത് ഖബറിന്റെ അകത്താ. അതുകൊണ്ട് ആ ഖബറ് കാണുമ്പോ ഉസ്മാൻ തങ്ങൾ വല്ലാതെ കരയുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു പേടി വേണം ചങ്ങാതി. ഇതൊക്കെ കാണുമ്പോ അല്ലാഹുവേ, എന്നെ പോലെ ഈ നാട് വിറപ്പിച്ച കൊലകൊമ്പന്മാര് താഴെ കിടക്കുന്നിടോ. കൊലകൊമ്പന്മാരാ. ഇപ്പൊ ഇവിടുത്തെ പള്ളിക്കാട്, ഇത് പള്ളിക്കാടെന്ന് പറയാൻ പറ്റത്തില്ല, കാടൊന്നും ഇല്ലടോ. ഇതിപ്പോ അടിപൊളിയായിട്ടിട്ടേക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറെന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഭയം തോന്നും. എന്റെ സഹോദര, നമ്മള് ഉസ്മാൻ തങ്ങൾ കരയും. അത്രത്തോളം ഭയമായിരുന്നു. തെറ്റുകൾ ചെയ്യുമ്പോ ഒരു പേടി, തെറ്റുകൾ ചെയ്യുമ്പോ ഒരു പേടി. നമുക്കിന്ന് പേടിയൊന്നുമില്ല, നമുക്ക് ഒരു ഭയമില്ല. നമ്മൾ എന്തെങ്കിന്നറിയോ? വേണമെങ്കിൽ ആ മക്കാമിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് കാമുകിയെ ചാറ്റും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്കെന്ത് കബറ്, നമുക്കെന്ത് കബറ്? ആ മക്കാമിന്റെ അകത്ത് കയറി ഇരുന്നെങ്കിൽ വേണമെങ്കിലും ചാറ്റും. മഹാനെ കാണാൻ വരുന്ന പേരും പറഞ്ഞിട്ട് ഇപ്പൊ കറങ്ങുന്നുണ്ട്. പേടിയൊന്നുമില്ലടോ എന്റെ പ്രിയപ്പെട്ടവരെ. നമുക്കൊന്ന് പേടിയില്ല. എന്ത് ചെയ്യാനും നമുക്ക് പേടിയില്ലടോ. കള്ളു കുടിക്കണോ, വ്യഭിചരിക്കണോ? അല്ലാഹുവേ, പണ്ട് കഞ്ചാവടിച്ചിരുന്നത്, കള്ളു കുടിച്ചിരുന്നത് ആണുങ്ങളാണ്. ഇന്ന് പെണ്ണുങ്ങൾ അടിക്കാൻ തുടങ്ങി. എന്തിനാ കൊച്ചുകുട്ടികൾ വരെ? എന്റെ പ്രിയപ്പെട്ടവരെ, ആണാകട്ടെ പെണ്ണാകട്ടെ, എന്ന് കുട്ടികളോട് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയാണ്. കാരണം പെരുമാറ്റം അങ്ങനെയാണ്. അവർക്ക് പേടിയില്ലടോ. പാപം ചെയ്യാൻ പേടിയില്ലടോ. ഇന്ന് തെറ്റു ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ്. കള്ളു വേണോ, കഞ്ചാവ് വേണോ, മയക്കുമരുന്ന് വേണോ, വല്ലാതെ പടർന്നു പോവുകയാണ്. 2 ദിവസം മുമ്പ്, ഇന്നലെ പടച്ചവനെ, കോഴിക്കോട് ബീച്ചിലാണെന്ന് തോന്നുന്നു, എന്ത് പരസ്യമായിട്ട് കഞ്ചാവ് ഉണക്കാനിട്ടിട്ട് കിടന്നതാ. കഞ്ചാവ് ബീച്ചിൽ കൊണ്ടുവന്ന്, എടാ മുസ്ലിം ചെറുപ്പക്കാരനാണടാ, അതാ ഏറ്റവും വലിയ സങ്കടം. ബീച്ചിൽ വന്നിട്ട്, കടപ്പുറത്ത് വന്നിട്ട് കഞ്ചാവ് നിരത്തി വെച്ചിട്ട് കിടന്നതാണ്. ഉറങ്ങിപ്പോയടാ ചെറുപ്പക്കാരാ, അതും മുസ്ലിം ചെറുപ്പക്കാരനാണ്. എന്താടോ ബർക്കത്തിന് വേണ്ടി ഏത് ദിവസം പത്രമെടുത്താലും MDM പിടിച്ചു. അതിനകത്തല്ലാ മുസ്ലിം ചെറുപ്പക്കാരനുണ്ടോ. ഈ അടുത്ത് ജയിലിൽ പോയ ഒരു സഹോദരൻ ജയിലിലെ കഥ പറയുകയാണ്. ജയിലിലെ കഥ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ പോയ ജയിലില് MDMമായി വന്നപ്പോ ആ ചെറുപ്പക്കാരൻ കഥ പറയുകയാണ്. ജയിലിൽ പോയ അനുഭവം ഞാൻ ചോദിച്ചപ്പോ, സംസാരിച്ചപ്പോ പറഞ്ഞ ഒരു വാക്കാണ്, ഉസ്താദേ, ഞാൻ കടന്ന ജയിലിൽ ഒരു തങ്ങള് കിടപ്പുണ്ട്. എന്റെ സെല്ലിനടുത്തൊരു തങ്ങള് കിടക്കുന്നുണ്ട്. MDM ആയപ്പോ വന്നപ്പോ പിടിച്ചത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തി?
എവിടെയെത്തി? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേടിയില്ലടോ. ഇന്ന് ഭയമെന്ന് പറയുന്ന ഒന്നുമില്ല. കഞ്ചാവോ കള്ളോ പെണ്ണോ എല്ലാം ഫ്രീ, എല്ലാം ഫ്രീ. പണ്ട് തൊടലും പിടിക്കലൊക്കെ പാവവാ. ഇന്ന് നെഞ്ചത്ത് കയറി മടിയിൽ കയറി ഇരുന്നാലും പാവമൊന്നുമല്ല. പണ്ട് തൊട്ടാ പേടി, തൊടാൻ പേടി, ഇപ്പൊ കിടക്കാനും പേടിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളും പെണ്ണും ആർക്ക് വേണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലം. ഇന്ന് തെറ്റുകൾ ചെയ്യാനുള്ള അവസരം കൂടുതലാ. തെരഞ്ഞൊന്നും നടക്കണ്ട, ആരും ഇന്ന് തെരഞ്ഞൊന്നും നടക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അവസരങ്ങൾ കൂടുതലാണ്. എല്ലാവരും തരാൻ അവസരമുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് നിർത്തുകയാ മക്കള്. തെറ്റു ചെയ്യാൻ അവസരമുണ്ട്. ഒഴുകുന്ന പുഴയുടെ കൂടെ പോകുന്നതിൽ കാര്യമില്ല. ഒഴുകുന്ന പുഴയ്ക്കെതിരായി നീന്തടാ. അത് ഈമാനുള്ളവനെ പറ്റൂ, അത് ഈമാനുള്ളവനെ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഈ മഖാമിൽ കിടക്കുന്ന ഉപ്പാട ഉറൂസിന്റെ അവസാന രാത്രിയാ മക്കള്. ഈ വർഷത്തെ അവസാനിക്കുകയാണ്. ഇനി വർഷങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ഒരു അവസരം കിട്ടി ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, മക്കളെ, തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തലല്ല, കിട്ടിയ അവസരം പാഴാക്കണം ചെറുപ്പക്കാരാ. തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഒഴിവാക്കടാ മോനെ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒഴിവാക്ക്. പടച്ചവനെ, സുലൈഖ എന്ന് പറയുന്ന ഈജിപ്തിലെ രാജകുമാരി, യൂസുഫ് എന്ന് പറയുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരന് മണിയറയുടെ കൊട്ടാരത്തിന്റെ അകത്ത് വിളിച്ചു കയറ്റി. ആരെയാ? യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനല്ല. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന സുലൈഖ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കൊട്ടാരത്തിന്റെ മണിയറവാതിലടച്ചിട്ട് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, രാജകുമാരിയായ സുന്ദരിയായ ഏത് മനുഷ്യനും കണ്ടാ കൊതിച്ചു പോകുന്ന സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, യൂസുഫേ, കൊട്ടാരത്തിന്റെ മണിയറയാ യൂസുഫേ, ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ. എനിക്ക് നിന്നോട് വല്ലാത്ത മോഹമാടാ യൂസുഫേ. എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരുമോ? ഫോണിലൂടെയല്ല, മെസ്സേജിലൂടെയല്ല, അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടല്ല. അല്ലാഹുവേ, ബെഡ്റൂമിന്റെ അകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫിനെ കെട്ടിപ്പിടിച്ചിട്ട് സുലൈഖ പറയുന്നു, ആരും കാണില്ല, ആരും അറിയില്ല, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ യൂസുഫേ? യൂസുഫിന്റെ മറുപടി, കാലമഅദല്ലാ സുലൈഖ, അല്ല കാണുന്ന സുലൈഖ, അല്ല അറിയും സുലൈഖ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈർ. ചെറുപ്പക്കാരോട് പറയുകയാ, ഈ ദിക്ർ പഠിച്ചു വെക്കണേ മക്കളെ, ഈ ദിക്ർ പഠിച്ചു വെക്കണേ മക്കള്. ആരും കാണാതെ ചെയ്യുമ്പോഴും തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോ നീ ഓർക്കണ്ട ഒരു ദിക്റാ, അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിറാ മോനെ, അല്ലാഹു നാദിരി, അല്ലാഹു കാണുന്നുണ്ട് മോനെ, അല്ലാഹു ഷാഹിദി, അല്ലാഹു സാക്ഷിയാ മോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ പിന്മാറുന്നവന്റെ പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. 40 കൊല്ലം നിങ്ങളുടെ പള്ളിയിലെ ഇമാമായി നിന്ന ഉസ്താദ്, പടച്ചവരെ, ഉസ്താദിന് സ്വർഗമുണ്ടോ? ഒരു സ്വർഗമേ ഉള്ളൂ. അല്ലാഹുവേ, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ 20 കൊല്ലമായല്ലോ, സ്വർഗം ഒന്നേ ഉള്ളൂ. ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങൾ 7 8 ഉണ്ടായിരുന്നല്ലോ, അവനൊരു സ്വർഗമേ ഉള്ളൂ. അല്ലാഹുവേ, നിസ്കരിക്കുന്നവനൊരു സ്വർഗം, നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗം, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗം, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗം, ഏത്
നന്മ ചെയ്യുന്നവനും ഒരേ ഒരു സ്വർഗമേ ഉള്ളൂ. എന്നാ ഒരാൾക്ക് രണ്ട് സ്വർഗമാ, ഒരാൾക്ക് രണ്ട് സ്വർഗം അല്ലാഹു ഓഫർ ചെയ്യുകയാ. ഹജ്ജ് ചെയ്തവനല്ല, ഖുർആൻ പഠിച്ച ഹാഫിളിനല്ല, ശഹീദായ ശുഹദാഇനല്ല, ആലിമീങ്ങൾക്കല്ല. ആർക്കാണെന്നറിയോ? വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. കൂടെ പഠിക്കുന്ന പെണ്ണ് ആരും കാണാതെ കയ്യിലൊന്ന് കേറി പിടിച്ചപ്പോ എടുക്കടി ഈ പെണ്ണ്, ഈ വെച്ചിരിക്കുന്ന കൈയെടുക്കടി, ഇത് വ്യഭിചാരമാ. കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരൻ ആരുമില്ലാത്ത സമയത്തൊന്ന് കേറി പിടിക്കുമ്പോ എടാ ഇത് വ്യഭിചാരമാണടാ, നീ എനിക്ക് അന്യപുരുഷനാണടാ, ഇത് പാപമാണടാ, ഇത് വൻ പാപമാണടാ. നീ ചുമ്മാതെ നടക്കുമ്പോ കൂട്ടുകാര് പറയുന്നു ബിയറാടാ, കഞ്ചാവല്ല, MDM അല്ല, കള്ളല്ലടാ, ലഹരി കുറഞ്ഞതാണ്, ഇത് ബിയറാണടാ, ഒരു മുടക്കൊന്ന് കുടിക്കടാ, ആരും അറിയില്ലടാ. പറയണം മിന്നീ അഖാഫുല്ലാ, എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയുന്നവര് അല്ലാഹു തരുന്നത് രണ്ട് സ്വർഗമാ. അതുകൊണ്ട് ഉസ്മാന് തങ്ങൾക്ക് അല്ലാനെ വല്ലാത്ത പേടിയാ, അല്ലാനെ വല്ലാത്ത ഭയമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാന് തങ്ങളുടെ നാലാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹുവേ ദിന്നുറൈന്. ഉസ്മാന് തങ്ങളുടെ നാലാമത്തെ പ്രത്യേകത. നിർത്താറായോ? നിർത്താറായോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിർത്തും, എനിക്ക് വേറെ ആവശ്യമൊന്നുമില്ല. എനിക്ക് നാളെ കുടകിൽ നാളെ രാത്രി ഇനി വയലുള്ളൂ. നിങ്ങൾ എന്താ വേണ്ട? നിർത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയണോ നിർത്തണോ? കൈവക്ക്. ഭൂരിഭാഗം പേരും കൈവക്കുവാണെങ്കിൽ പറയാം. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. വിശക്കുന്നവന് വല്ലതും കൊടുത്താലേ വയറ് നിറയത്തുള്ളൂ. മട്ടൻ മന്തി തിന്നിട്ടിരിക്കുന്നവന് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അവൻ ഇത്തിരി ജെറുജെറു മാത്രം കൊടുത്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാലാമത്തെ പ്രത്യേകത, നബിതങ്ങളുടെ രണ്ട് പെൺമക്കളെ നബിതങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു, ലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാരുടെ രണ്ട് മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക വ്യക്തി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല രണ്ട് മക്കളെ കെട്ടിച്ചു കൊടുത്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നബിതങ്ങള് ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. തന്റെ പൊന്നാര മകളെ അബൂജഹലിന്റെ മകനാ വിവാഹം കഴിച്ച റുഖിയായ. അബൂജഹലിന്റെ മകനാണ് റുഖിയായ വിവാഹം കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനിന്റെ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ സഹിക്കാൻ പറ്റാതെ പൊന്നുമോളെ തല്ലി, ഭർത്താവ് ഭാര്യയെ തല്ലി. തന്റെ റുഖിയ എന്ന് പറയുന്ന മകളെ തല്ലുന്നത് കണ്ടപ്പോ നബി തങ്ങൾക്ക് സഹിച്ചില്ല. അത് വാപ്പയല്ലേ, വാപ്പയല്ലേ, സ്വന്തം മക്കളെ തല്ലിയാ സഹിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിച്ചില്ല തന്റെ റുഖിയയെ തല്ലുന്നത് കണ്ടപ്പോ. എന്തിന്റെ പേരിൽ? വാപ്പ മുസ്ലിമായതിന്റെ പേരിൽ, പ്രബോധനം നടത്തുന്നതിന്റെ പേരിൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നബിതങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് വന്നിട്ട് സഹാബത്ത് പറഞ്ഞു, നബിതങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തി എന്ന് പറയുന്നു. ഇന്നലെ രാത്രി ഇശാ കഴിഞ്ഞ് നേരെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി 7 ആകാശവും കടന്ന് അള്ളാന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി, മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അത് വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലത് പറയുന്നത് അത് സ്വപ്നം കണ്ടതാണെന്ന. അത് പോട്ടെ, അത് സ്വപ്നം കണ്ടതാണെന്ന. ഉസ്മാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റുഖിയ എന്ന് പറയുന്ന മകളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾക്ക് സഹിച്ചില്ല. അബൂജഹലിന്റെ മകനോട് പറഞ്ഞു, നിന്നെ ഞാൻ സിംഹത്തിനെ ഏൽപ്പിച്ചിരിക്കുക, നീ സൂക്ഷിച്ചോളാൻ. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിന്നെ ഞാനൊരു സിംഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാ. അബൂജഹല് പിന്നീട് തന്റെ മകനോട് പറയുമായിരുന്നു, മുഹമ്മദ് പറയുന്നത് മുഴുവനും സത്യവ, നീ ഒറ്റയ്ക്ക് നടക്കരുത്, എപ്പോഴും ആൾക്കാരുടെ കൂടെ നടക്കാവുന്നു. ആ അബൂജഹലിന് വിശ്വാസം ഉണ്ടായിരുന്നതോ? അതാ മനസ്സിലാക്കണ്ടേ.
മുഹമ്മദ് നബി പറയുന്നത് സത്യവ, അത് നടക്കുക തന്നെ ചെയ്യും. നബിതങ്ങൾ പറഞ്ഞെന്താ, നിന്നെ ഞാനൊരു സിംഹത്തിനെ ഏൽപ്പിച്ചെന്നു. അപ്പൊ അവൻ സിംഹം പിടിക്കൂന്നറിയാ. അതുകൊണ്ട് വാപ്പ മകനോട് പറയാ, നീ ഒറ്റയ്ക്ക് നടക്കരുത്, എപ്പോഴും ആളെ കൊണ്ട് നടക്കാവുന്നു. റുഖിയ ബിബി റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ തങ്ങൾ വിവാഹം കഴിച്ചു. ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ആ മകള് മരണപ്പെട്ടപ്പോ രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളും മരണപ്പെട്ടപ്പോ നബിതങ്ങൾ പറയാ, ഇനി ഒരു മകളുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ വിവാഹം കഴിച്ചു തരുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. നിങ്ങൾ ശ്രദ്ധിക്കണം, മരുമകൻ എന്നല്ലേ പറയാ. ഈ പെണ്ണിന്റെ വാപ്പയ്ക്ക് എന്താ പറയാ? അമ്മായി പെണ്ണ്, അമ്മോച്ചൻ, ഇതിലാച്ചാട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, ഒരു വീട്ടിൽ നിന്ന് നിങ്ങളുടെ വൈഫിന്റെ വാപ്പ ഒരു പെണ്ണ് കെട്ടിച്ചു വന്നു. രണ്ടാമത് ഒന്നിനെ കൂടെ നിനക്ക് കെട്ടിച്ചു തരണമെങ്കിൽ 100 വട്ടം ആലോചിക്കും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒരു മനുഷ്യൻ ഒരു മകളെ കെട്ടിച്ചു തന്നിട്ട് ആ മകള് മരണപ്പെട്ടിട്ട് രണ്ടാമത്തെ മകളെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ 101 വട്ടം ആലോചിക്കും. അത്രയും നല്ലവനെ കെട്ടിച്ചു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് കെട്ടിച്ചു തരുമോ? നമ്മുടെ അമ്മായിപ്പോ ഒന്നാമതേ പെട്ടു, അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. ആ മനുഷ്യൻ രണ്ടാമതൊന്ന് കെട്ടിച്ചു തരുമോ? നോ, ഒരവസരം ഇല്ലടോ, കെട്ടിച്ചേരാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ സ്വഭാവം അത്ര നല്ലതാ. നബിതങ്ങൾ ഉസ്മാൻ തങ്ങൾക്ക് രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ഈ 2 മകളും മരിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇനി ഉണ്ടെങ്കിൽ ഒന്നിനെ കൂടെ ഞാൻ കൊടുക്കുന്നു. നമ്മളാണെങ്കിൽ എന്ത് പറയും? പെണ്ണ് വാഴൂല്ല, ഒന്ന് പോയി, അതിന്റെ പുറകെ 2ഉം പോയി, പിന്നെ പെണ്ണ് കിട്ടത്തില്ല, ഓന് പെണ്ണ് കിട്ടത്തില്ല. അത്രയും ക്വാളിറ്റി ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്. അത്രയും ക്വാളിറ്റി. 2 പെൺമക്കളെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ പ്രവാചകൻ, ആ ഉസ്മാൻ തങ്ങളിൽ കണ്ട ക്വാളിറ്റി എന്താ? അത്രത്തോളം ജീവിതമായിരുന്നു ഉസ്മാൻ തങ്ങൾ. വല്ലാത്ത ഭയം, വല്ലാത്ത സ്വഭാവ ഗുണങ്ങൾ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന സ്വഭാവം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്ക്. ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങൾ കൊന്നുകളഞ്ഞത് ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞിരുന്നു, അത് നബിതങ്ങൾ പറഞ്ഞല്ലോ, നീ ഇത്തിരി പ്രയാസം അനുഭവിക്കും, പക്ഷേ നീ സ്വർഗ്ഗത്തിൽ പോകും. നബിതങ്ങൾ പറഞ്ഞു, നീ ഇത്തിരി പ്രയാസം അനുഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ ഓർമ്മപ്പെടുത്തി, നീ ഇത്തിരി പ്രയാസം അനുഭവിക്കും. എന്താ പ്രയാസം? എന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്നു. ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കീങ്ങൾ ഇടഞ്ഞു കയറി. അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉസ്മാൻ കുടുംബക്കാർക്ക് മുഴുവൻ അധികാരം കൊടുക്കുന്നത്, ഉസ്മാൻ കുടുംബക്കാരെ മുഴുവനും തള്ളിക്കയറ്റുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫിത്നയും ഫസാദും ഉണ്ടാക്കി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വഹാബത്ത് മുഴുവനും ഹജ്ജിന് പോയ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, അന്യരാജ്യത്ത് നിന്നും മുനാഫിക്കുകൾ നാട്ടിലേക്ക് കടന്നു വന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞു. ഭരണം നടത്താൻ വിടൂല, വീടിന് പുറത്തിറങ്ങാൻ വിടൂല, നിസ്കരിക്കാൻ വിടൂല, പള്ളിയിൽ പോകാൻ വിടൂല, ഒരു കാര്യത്തിനും വിടാതെ വീട് വളഞ്ഞു വെച്ചു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ചരിത്രം പഠിക്കുമ്പോ സങ്കടം വരുമടോ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞു വെച്ചു. ആരും വീട്ടിലേക്ക് പോകാൻ വിടൂല, ഭക്ഷണം കൊണ്ടുവിടുക്കൂല, വെള്ളം വിടൂല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും സമ്മതിക്കൂല. സ്വഹാബത്ത് മുഴുവനും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഈ അധികാരം അങ്ങ് വിട്ടൂടെ, ഇത് കളഞ്ഞൂടെ? നബിതങ്ങൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു, ഉസ്മാൻ, ഒരിക്കലും നീ വിട്ടുകൊടുക്കരുത്. ചരിത്രം പഠിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവർ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോലും വിട്ടില്ലടോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ വിട്ടില്ല. വീട് വളഞ്ഞിട്ടിരിക്കുന്നു, പട്ടിണിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പട്ടിണി നോമ്പ് പിടിച്ചടോ. ഒരു ദിവസം രാവിലെ കഴിക്കാനൊന്നുമില്ല. ആരും, തന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ വീടിന്റെ അകത്ത്. ഒരു ദിവസം രാവിലെ കഴിക്കാൻ ഒന്നുമില്ലാതെ പട്ടിണി നോമ്പ് പിടിച്ചു. വൈകുന്നേരം പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് മുറിച്ചു. 2ാമത്തെ ദിവസവും ഈത്തപ്പഴവും വെള്ളവും കുടിച്ച് നോമ്പ് പിടിക്കാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോ പച്ചവെള്ളമല്ലാതെ ഒന്നുമില്ലടോ. 2 ദിവസം അങ്ങനെ നോമ്പ്. ബുധനാഴ്ച, വ്യാഴാഴ്ച. എന്റെ പ്രിയപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല പട്ടിണി നോമ്പ. കഴിക്കാൻ ഒന്നുമില്ല, കുടിക്കാൻ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. 3ാമത്തെ ദിവസം പട്ടിണി നോമ്പ് പിടിച്ചു ഉസ്മാൻ തങ്ങൾ. എന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു പൈജാമ കൊണ്ടുവരാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരു പൈജാമ വേണം, ഒരു പൈജാമ വേണം, പാന്റ് വേണമെന്ന്. ഉസ്മാൻ റളിയല്ലാഹു തആല അങ്ങനെ ധരിക്കാറില്ല. അന്ന് ആദ്യമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല പൈജാമ, പാന്റ് ധരിച്ചു. നല്ല മുറുക്ക കെട്ടി.
നല്ലതുപോലെ ഒരുങ്ങി. എന്തിനെന്നറിയോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരുന്ന് കരയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. നായില എന്ന് പറയുന്ന ഭാര്യ ഇരുന്ന് കരയുകയാ. എന്തിനാ നായില നീ കരയുന്നത്? ഉസ്മാൻ തങ്ങളുടെ ഭാര്യ പറയുകയാണ്, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെയുമില്ല വൈകിട്ടുമില്ല പട്ടിണി നോമ്പാണ്. 3-ാമത്തെ ദിവസവും എന്തൊരവസ്ഥയാ അല്ലാഹ്. നായില ബീവിയോട് ഉസ്മാൻ തങ്ങളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നായില എന്റെ പ്രയാസമൊക്കെ മാറാൻ പോവുകയാണ് നായില. ഇന്നത്തോടെ എന്റെ പ്രയാസം മാറും. ഇന്നത്തോടെ എന്റെ പ്രയാസം മാറും. 3 ദിവസം പട്ടിണി നോമ്പാ. 3-ാമത്തെ ദിവസവും പട്ടിണി നോമ്പാ. അന്ന് വെളുപ്പാങ്കാലമായപ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പട്ടിണി കിടന്ന് തളർന്നു കിടക്കുമ്പോ നബി തങ്ങൾ ഉസ്മാൻ തങ്ങളുടെ വായിൽ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു കൊടുത്തു. നബി തങ്ങൾ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേരൊരുമിച്ചാ. നബി തങ്ങൾ പറയുകയാ, ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേരൊരുമിച്ചാ. ആരാ നബി തങ്ങള്? അബൂബക്കർ തങ്ങള്, ഉമർ തങ്ങള്, ഉസ്മാൻ തങ്ങള്. ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേരും ഒരുമിച്ചാ. അതിനർത്ഥം മഗ്രിബിന് മുമ്പ് മരണപ്പെടുമെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉസ്മാൻ തങ്ങൾ ഒരുങ്ങുകയാണ്. എന്തിനാണ് ഒരുങ്ങുന്നത് എന്നറിയോ? എന്തിനാ പൈജാമ ധരിച്ചതെന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാ, ഒരല്പനേരം കഴിഞ്ഞ വീടിന്റെ പുറത്തു നിൽക്കുന്ന ശത്രുക്കള് വീടിന്റെ അകത്ത് ഇരച്ചു കയറിയിട്ട് ഉസ്മാൻ തങ്ങളെ വെട്ടി നുറുക്കുമെന്നറിയാ. ഉസ്മാൻ തങ്ങളെ കൊല്ലുമെന്നറിയാ. അവര് തന്റെ മയ്യത്ത് വൃത്തികേടാക്കുമെന്നറിയാ. അതുകൊണ്ടും മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും തന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അവര് വളരെ ക്രൂരമായ രീതിയിൽ ഉസ്മാൻ തങ്ങളെ കൊല്ലുമെന്ന് ഉസ്മാൻ തങ്ങൾക്കറിയാ. നബി തങ്ങൾ വന്ന് പറഞ്ഞാട്ടാ പോയത്, ഉസ്മാനെ, നോമ്പ് മുറിക്കുന്നത് എന്റെ കൂടെയാണ്, നീ എന്റെ കൂടെയാണ് നോമ്പ് മുറിക്കുന്നത്. നബി തങ്ങൾ വന്ന് വിരുന്ന് വിളിച്ചിട്ട് പോയതാ. ഉസ്മാൻ തങ്ങൾക്കറിയാ, ഇവര് വളരെ ക്രൂരമായ രീതിയിൽ കൊന്നു കളയുമെന്ന്. ആ കൊന്നു മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും വേറെ എന്തെങ്കിലും വസ്ത്രമാണെങ്കിൽ ഔറത്ത് തുറന്നു കിടക്കുമല്ലോ, എല്ലാരും തന്റെ ഔറത്ത് കാണുമല്ലോ. അതുകൊണ്ട് കാണാതിരിക്കാനാ പൈജാമ ധരിക്കുന്നത്. പഠിക്കണേ ചെറുപ്പക്കാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിസ്കാര പായ്ക്കകത്തിരുന്നു നിസ്കരിച്ചിട്ടിരുന്ന് ഖുർആൻ ഓതുകയാണ്. തന്റെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി വാതില് തീയിട്ട് നശിപ്പിച്ചു. അവര് വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വാടുകൊണ്ട് വെട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നായില എന്ന് പറയുന്ന ഭാര്യ കടന്ന് നിലവിളിക്കുകയാ. നായില എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പോ, ഒരു പെണ്ണാണല്ലോ നായില ബീബി കിടന്ന് നിലവിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ മരണത്തിന്റെ വേളയില് വെട്ടുകൊണ്ടിട്ട് മരിക്കാ സമയമാകുമ്പോ തന്റെ ഭാര്യ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഭർത്താക്കന്മാരോട് പറയുകയാ, ഞാനൊരു ഭർത്താവാ, നിങ്ങളും ഭർത്താക്കന്മാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വെട്ടുകൊണ്ടിട്ട് ഇരിക്കുമ്പോ തന്റെ ഭാര്യ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ കരയുന്നുണ്ട്. ഉസ്മാൻ തങ്ങൾ കരയുന്നുണ്ട്. നിലവിളിക്കുന്ന ഭാര്യയോട് പറഞ്ഞു, നായില,
എന്റെ കാര്യം വിട്ടേക്ക് നായില, എന്റെ കാര്യം വിട്ടേക്ക്. എന്നെ ഇവര് കൊന്നു കളയുകയോ എന്തു ചെയ്യുകയോ എനിക്ക് പ്രശ്നമില്ല നായില. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ നായില? നിന്റെ തലയിലിട്ടിരിക്കുന്ന തുണി പുറകിലോട്ട് മാറിയിരിക്കുന്നു നായില. ഭാര്യ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകോട്ട് മാറി. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ നായില ബീവിയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറി. ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്ത് കാണുന്നു, ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്ത് കാണുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നായില എന്നെ വിട്ടേക്ക് നായില, എന്നെ വിട്ടേക്ക് നായില. എനിക്ക് നിന്റെ കാര്യത്തിലാ പേടി നായില, മരിക്കുന്നതിലല്ല പേടി. ഇവരെന്നെ കൊല്ലുന്നതിൽ എനിക്ക് സങ്കടമില്ല. എനിക്ക് പേടി എന്തെന്നറിയോ? അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു നായില, നിന്റെ തലമുടി അന്യ പുരുഷന്മാര് കാണുന്നു നായില. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ പേടിയാനായില്ല, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് മറുപടി പറയാൻ പേടിയാനായില്ല. അതുകൊണ്ട് തലമറയ്ക്കാനായില്ല, ആ തലേ തുണിയൊന്ന് നേരെ ഇടനായില്ല. എപ്പോഴാ വാപ്പാ, എപ്പോഴാ വാപ്പാ വിട്ടുകൊണ്ടിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തലമുടിയൊന്ന് പുറത്ത് കണ്ടപ്പോ അത് ഔറത്താണ് നായില. അല്ലാഹുവിനെ എനിക്ക് പേടിയാനായില്ല. നിന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. ഇത്തഖുല്ലാഹ ഫിന്നിസാ. നബി തങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് പടച്ചവൻ എന്നോട് ചോദിക്കുമെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എന്റെ കാര്യം വിട്ടിട്ട് ആ തലയിലിട്ടിരിക്കുന്ന തുണിയൊന്നു നേരെ ഇടനായില്ല. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറിയിട്ട് ഉസ്മാൻ തങ്ങളെ വെട്ടുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ മക്കള്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ രക്തം ഇങ്ങനെ വീഴുകയാ, തന്റെ രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ തിരയുകയാണ്. ആ വെട്ടുകൊണ്ടിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഖുർആനിൽ ഇങ്ങനെ നോക്കുകയാണ്. എവിടെയാ അല്ലാഹ് എന്റെ രക്തം വീണത്? എവിടെയാ അല്ലാഹ് എന്നെ വെട്ടുകൊണ്ടിട്ട് എന്റെ രക്തം വീണത് എവിടെയാണ്? ആയത്ത് നോക്കിയടോ, എന്നിട്ട് ഓതുകയാണ്, ആയത്താണ്. ആയത്തിന്റെ മുകളിലാണ് തന്റെ രക്തം വീണത്. ഉസ്മാൻ തങ്ങൾ ഓതിയടാ ചെറുപ്പക്കാരാ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 83ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവേ, മയ്യത്ത് പോലും പടച്ചവരെ ആരും കാണാതെ കൊണ്ടുപോയി കബറടക്കിയടാ ചെറുപ്പക്കാരാ. രാത്രിയിലാണ് ഉസ്മാൻ തങ്ങളുടെ ജനാസ കൊണ്ടുപോയി കബറടക്കിയത്. കാരണം ശത്രുക്കൾക്ക് അത്രയും ദേഷ്യമായിരുന്നു, അവര് നശിപ്പിച്ച് കളയുമായിരുന്നു. അതുകൊണ്ട് ജന്നത്തുൽ ബഖീയുടെ പുറത്താണ് കൊണ്ടുപോയി കബറടക്കിയത്, ജന്നത്തുൽ ബഖീയുടെ വെളിയിലാണ് കബറടക്കിയത്. പിന്നെ എങ്ങനെയാ ഉസ്മാൻ തങ്ങളെ ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത് വന്നതെന്നറിയോ? പഠിക്കണം ചെറുപ്പക്കാരാ, ആ സ്വഹാബികളുടെ ചരിത്രം പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? ലജ്ജ വേണം മുസ്ലിമേ, ലജ്ജ വേണം മുസ്ലിമേ. സദഖ കൊടുക്കാനുള്ള മനസ്സ് വേണം മുസ്ലിമേ.
അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ മുസ്ലിമേ. തന്റെ കുടുംബ ജീവിതം നല്ലതാകണം. തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് തിരുത്തി കൊടുക്കുന്ന മനുഷ്യനാകണം. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണം നൽകണേ അല്ലാ. പടച്ചവനെ, റജബ് 27 നോമ്പ് പിടിച്ചിട്ട് ഈ 12 മണി കഴിഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് മഗ്രിബ് മുതൽ വന്നിരിക്കുന്നവരാ പടച്ചവര്. പലരും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും രോഗികളാണ് തമ്പുരാര്. അല്ലാഹുവേ, ഗുളിക കഴിക്കുന്നവരുണ്ട് തമ്പുരാര്, നേരത്തെ ഉറങ്ങുന്നവരുണ്ട് തമ്പുരാര്. എല്ലാം കളഞ്ഞുകൊണ്ട് നീ ആദരിച്ച, നീ ബഹുമാനിച്ച ഈ വലിയന്റെ ഉറൂസിന്റെ സമാപന മജ്ലിസിൽ ഇവരൊരുമിച്ച് കൂടിയത് പടച്ചവര് ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ചാട് റബ്ബേ. കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മഹാന്മാരെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ, ആദരിക്കുന്നവരാക്കണേ അല്ലാ. ഈ മഹാന്റെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ അറിവില്ലാത്തവരാ അല്ലാ. എന്തെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ മഹാന്മാരോട് കാണിക്കുന്നതിൽ എന്തെങ്കിലും അനാദരവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ.